ചിലത് കേട്ടു, പലതും കേട്ടു. അപ്പോ ഈ പ്രയോറിറ്റി കുറഞ്ഞ് സംഭവം മാറി. യേശുക്രിസ്തു പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം നീ പുറകിലോട്ട് നോക്കിയ നീ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവൻ അല്ല. പ്രയോറിറ്റി ദൈവത്തിനായിരിക്കും, ദൈവത്തിന്റെ താല്പര്യങ്ങൾക്കായിരിക്കണം, ദൈവ ഇഷ്ടത്തിനായിരിക്കണം. സന്ദേശം നിങ്ങൾ നേരത്തെ കേട്ടു. രക്തബന്ധം ആത്മബന്ധത്തെ തകർത്ത് കളഞ്ഞു. ദൈവം ആദത്തോട് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് കൽപ്പിച്ചു ഇന്നത് ചെയ്യാൻ, ഞാനാണ് നിന്റെ തല. നിന്റെ വൈഫ്, നിന്റെ ശരീരം, ബോഡി നിന്നോട് പറഞ്ഞു, നീ ഏതനുസരിച്ചു? രക്തബന്ധവും നിന്നോട് പറഞ്ഞു, ആത്മബന്ധവും നിന്നോട് പറഞ്ഞു, നീ ഏതനുസരിച്ചു? രക്തബന്ധം പറഞ്ഞതനുസരിച്ചു. നിന്റെ വൈഫ് പറഞ്ഞതനുസരിച്ചു. നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. ഗെറ്റ് ഔട്ട്. ഹല്ലേലൂയ. തകരപ്പെടരുത്, പ്രയോറിറ്റി മാറരുത്. എന്റെ പ്രിയ മക്കളെ, ഭൂമിയിൽ അപ്പം മരിക്കുമ്പോഴാണ്, ജഡത്തിലെ അപ്പം മരിക്കുമ്പോഴാണ് അവകാശം കിട്ടുന്നതെങ്കിൽ സ്വർഗത്തിലെ അവകാശം കിട്ടുന്നത് നമ്മുടെ അപ്പന് മരണമില്ലാത്തത് കൊണ്ട് നാം ജയം പ്രാപിക്കുമ്പോഴാണ്, നാം ജയിക്കുമ്പോഴാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ആ അപ്പന് മുൻഗണന കൊടുക്കുമ്പോ ഞാൻ കാണുന്നത് ഇങ്ങനെയാ. അപ്പൻ ആ സിംഹാസനത്തിലിരുന്നുകൊണ്ട് തന്റെ ഇടത്തോട്ടും വലത്തോട്ടും ചുറ്റുമൊക്കെ ഒന്ന് നോക്കും. എന്തിനാണെന്നറിയാമോ? അപ്പന്റെ ഒരു നേച്ചർ ഞാൻ കാണുകയാണ് യോബിന്റെ പുസ്തകത്തിൽ. പിശാചെന്ന നിർബന്ധിത ഡ്യൂട്ടിക്കാരൻ തന്റെ ഭൂമിയിലെ അന്നത്തെ റോന്തൊക്കെ കഴിഞ്ഞ്, ചുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് പുള്ളിക്ക് റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ദൈവം അങ്ങ് ചോദിക്കുക, കണ്ടോ? എന്ത്? അല്ല, എന്റെ ദാസനായ യോബിനെ കണ്ടോ? അപ്പൊ ശരിക്കും ദൈവം ആരിൽ അഭിമാനം കൊള്ളുന്നുണ്ടായിരുന്നു? യോബിൽ അഭിമാനം കൊള്ളുന്നുണ്ടായിരുന്നു, ഇല്ലേ? ആ ദൈവത്തിന്റെ നേച്ചർ കണ്ടോ? യോബിൽ അഭിമാനം കൊള്ളു. ആരുടെ മുമ്പിൽ അഭിമാനം കൊള്ളുന്നേ? തന്റെ സകല സൈന്യവും അപ്പുറം ഇപ്പുറമൊക്കെ നിൽക്കുക. അവരുടെ മുമ്പിൽ ഈ നിർബന്ധിത ഡ്യൂട്ടിക്കാരൻ കയറി വന്നു, പിശാചി കയറി വന്നപ്പോ ചോദിച്ചു, കണ്ടോ? അഭിമാനം കൊള്ളുകയാ. എന്റെ മക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളെ ഓർക്കുമ്പോ ദൈവം ഇതുപോലെയാണോ? എന്റെ പൊന്നു മക്കളെ, യേശുവിന് സാക്ഷി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു പറഞ്ഞതും ചെയ്തതും പറഞ്ഞു വേണം യേശുവിന് സാക്ഷി നിൽക്കാൻ. യേശു പറഞ്ഞത് മിണ്ടാതെ എങ്ങനെ യേശുവിന് സാക്ഷി നിൽക്കുക? യേശു 3.5 വർഷം പറഞ്ഞ സന്ദേശം മിണ്ടാതെ എങ്ങനെയാ യേശുവിന് സാക്ഷി നിൽക്കുക? എന്നെ പഠിപ്പിക്കാമോ? യേശു 3.5 വർഷം പറഞ്ഞ് വെളിപ്പെടുത്തിയ തന്റെ പിതാവിനെ കുറിച്ചും പിതാവിന്റെ രാജ്യത്തെ കുറിച്ചും മിണ്ടാതെ എങ്ങനെ യേശുവിന് സാക്ഷ്യം വഹിക്കാൻ പറ്റും? അപ്പന്റെ കാര്യം വരുമ്പോ യേശുക്രിസ്തു പറഞ്ഞ പോലെ, മുമ്പേ ദൈവരാജ്യം എന്ന തലത്തിൽ നമ്മളുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങളാവുന്ന പാസഞ്ചർ ട്രെയിനുകൾ നിൽക്കുന്നുണ്ടോ? അതോ എനിക്ക് ആ തിരക്കാ ഈ തിരക്കാ? എന്റെ മോളെ, നിന്റെ സകല തിരക്കുകള്, നിന്റെ ഭവനമായ പാസഞ്ചർ ട്രെയിനോ, നിന്റെ ശരീരമായ പാസഞ്ചർ ട്രെയിനോ, നിന്റെ കുടുംബത്തിലെ മക്കളായ പാസഞ്ചർ ട്രെയിനോ, നിന്റെ ധനപരമായ പാസഞ്ചർ ട്രെയിനോ എല്ലാം ഇവിടം കൊണ്ട് തീരും. കുറച്ച് ദിവസത്തിനുള്ളിൽ തീരും. തീരാത്തതൊന്നേ ഉള്ളൂ, ഇളകാത്തതൊന്നേ ഉള്ളൂ, ദൈവരാജ്യം. ഈ ഇളകുന്നതിനൊക്കെ മാറ്റം വരും. ഹല്ലേലൂയ. നീ നിൽക്കണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഭയഭക്തിയോടെ താഴ്മയോടെ, പ്രിയ മകനെ മകളെ, നിന്നെ തന്നെ ഏൽപ്പിച്ചാലും നിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഒഴുക്ക് നിന്നെ ഒഴുക്കിക്കൊണ്ട് പോകും. ആ ഒഴുക്ക് നിൽക്കുന്നില്ല. ലോകത്തിന്റെ ഒഴുക്ക്, നീ വീട്ടിൽ ചെന്ന ലോകത്തിന്റെ ഒഴുക്ക്, നീ മാർക്കറ്റിൽ ചെന്ന ലോകത്തിന്റെ ഒഴുക്ക്, നിന്റെ മൊബൈൽ തുറന്ന ലോകത്തിന്റെ ഒഴുക്ക്, നീ പാസ്റ്ററോട് സംസാരിച്ച ലോകത്തിന്റെ ഒഴുക്ക്, അച്ഛനോട് സംസാരിച്ച ലോകത്തിന്റെ ഒഴുക്ക്, ഒരു സുവിശേഷ വേദി കേൾക്കാൻ പോയ ലോകത്തിന്റെ ഒഴുക്ക് എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ ഒഴുക്കിനെതിരെയുള്ള മറ്റൊരൊഴുക്കുണ്ട്. അതാണ് ആത്മാവിന്റെ നദി. അത് സ്വർഗീയ പിതാവിൽ നിന്ന് ആരംഭിച്ച് ക്രിസ്തുവിലൂടെ നമ്മിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയാ. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. പ്രിയ മക്കളെ, നിങ്ങൾ ഏവരെയും ഹോളി ശബ്ദ കാഴ്ചവറുതിയിൽ ഇപ്പോഴും തുടർന്ന് ശ്രവിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്, ദൈവത്തിന്റെ ജീവനും സമാധാനവും ഐശ്വര്യവും എല്ലാം ക്രിസ്തു യേശുവിലൂടെ സമൃദ്ധമായി നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ഇന്ന് ലോകത്തെമ്പാടുമുള്ള സഭയോട് ദൈവത്തിന് പറയാനുള്ളൊരു അറിയിപ്പ്. ഇറ്റ്സ് എ വാർണിംഗ്. ക്ഷണിക്കപ്പെട്ടുവെങ്കിലും ദൈവരാജ്യത്തിലെ അത്താഴം അനുഭവിക്കണമെന്നില്ല. ശ്രദ്ധിക്കുക. ഞാൻ ഇന്ന സഭയിലാണെന്ന് പറഞ്ഞ് വീമ്പിളക്കിയിട്ട് കാര്യമില്ല. ഇന്ന പാസ്റ്ററുടെ കീഴിലാന്ന് പറഞ്ഞ് വീമ്പിളക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മളുടെ പാത്രത്തെ നേടുവാൻ ശ്രദ്ധയോടെ
അതിശ്രദ്ധയോടെ നാം ആയിരിക്കുന്നില്ല എങ്കിൽ നമുക്ക് നമ്മളുടെ ഈ വിളി നഷ്ടപ്പെടും. കാഷ്വലായിട്ട് ആരും ഓടരുത്. ഇതിനെ ലൈറ്റായിട്ട് എടുക്കരുത്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ വേറൊരു വിളിയില്ല. മോനെ, നിന്റെ ആരോഗ്യം നഷ്ടപ്പെടും. മോളെ, നിന്റെ സൗന്ദര്യവും നഷ്ടപ്പെടും. ഇതൊന്നും നിലനിൽക്കത്തില്ല. നിന്റെ സമ്പത്ത് നഷ്ടപ്പെടും. നിന്റെ കൂടെ നിൽക്കുന്നവർ പോകും. നിന്റെ ശരീരം പോകും. ഇവിടെ നിൽക്കുന്നതൊന്നുമില്ല. വിശുദ്ധ ബൈബിളിൽ ഒരു വചനം വായിച്ച ദൈവം തന്ന സന്ദേശം നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഭയപ്പെടുത്തുന്ന ഒരു വാക്കാണ് യേശു അറിയിച്ചത്. അതിങ്ങനെയാണ്. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എൻ്റെ അത്താഴം ആസ്വദിക്കുകയില്ല. ആ വചന ശബ്ദം ഉയർത്തി നമുക്ക് വായിക്കാം. ആ ക്ഷണിച്ച പുരുഷന്മാരാരും എന്റെ അത്താഴം ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വർഗസ്ഥ പിതാവ് തന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം ന്യായം വിധിക്കും. മുഖാന്തരം എന്നുള്ള പരിപാടി ദൈവമക്കൾക്ക് അറിയത്തില്ല. അത് നിങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവമാണ് ന്യായാധിപൻ. എന്നാൽ നമ്മളെ ന്യായം വിധിപ്പാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് തന്റെ പുത്രനായ ക്രിസ്തുവാണ്. ക്രിസ്തു മുഖാന്തരം ദൈവം ന്യായം വിധിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് കഴിയാഞ്ഞിട്ടല്ല. അടുത്ത സന്ദേശത്തിൽ അത് പറയാം. എന്താണ് അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവം വളരെ വ്യക്തതയോടെ പറയുന്നു, മറ്റുള്ളവർ തൻ്റെ പുത്രനായ ക്രിസ്തുവെ ബഹുമാനിക്കാൻ വേണ്ടി ദൈവം ന്യായം വിധിക്കാതെ ന്യായവിധി പുത്രൻ്റെ കൈ കൊടുത്തിരിക്കുന്നു. അപ്പൊ അപ്പന് ആഗ്രഹമുണ്ട് തൻ്റെ മകനെ മറ്റുള്ളവർ ബഹുമാനിക്കണമെന്ന്. ഹല്ലേലൂയ. എന്തെങ്കിലും കയ്യിലുള്ളവനെ ഒരുവൻ ബഹുമാനിക്കുകയുള്ളൂ. എപ്പോഴും മനസ്സിലാക്കുക, ഇത് ദൈവത്തിൻ്റെ ഐഡിയയാ. ഹല്ലേലൂയ. അപ്പോൾ അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുകയാണ്, ക്രിസ്തു മുഖാന്തരം ന്യായം വിധിക്കുമ്പോൾ ആ ന്യായാധിപതി പറയുകയാണ്, ഈ ക്ഷണിക്കപ്പെട്ട പുരുഷന്മാർ, വ്യക്തികൾ ആരും ഈ അത്താഴം ആസ്വദിക്കുകയില്ല. ഒന്നുകൂടി വായിച്ചേ. ആ ക്ഷണിച്ച പുരുഷന്മാരാരും എന്റെ അത്താഴം ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത്താഴം ആസ്വദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാന അർത്ഥം എന്ന് പറയുന്നത് ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ വീട്ടിൽ അത്താഴം കഴിക്കുന്നത് ആരാ? വിസിറ്റേഴ്സ് ആണോ അതോ വീട്ടുകാരാണോ? വിസിറ്റേഴ്സ് വന്ന് ഒരു സ്കോഷോ ചായ കുടിച്ച് ചിലപ്പോൾ വരാന്തയിലിരുന്ന് സംസാരിച്ചിട്ട് പോകും, അല്ലേ? ചിലപ്പോൾ സോഫ വരാൻ വരും. ബെഡ്റൂമിൽ കയറ്റുമോ? ഇല്ല. ശ്രദ്ധിച്ചേ. എന്നാൽ വീട്ടിൽ താമസിക്കുന്നവരാണ് അവിടെ അത്താഴം കഴിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ യേശുക്രിസ്തു പറയുകയാണ്, ഇവർ ദൈവരാജ്യം അവകാശമാക്കുക ഇല്ല. ക്ഷണിക്കപ്പെട്ടവരാണ് ഇവര്, പക്ഷെ അവകാശമാക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ മോനെ, മോളെ, ഈ സന്ദേശം കേട്ടു എന്ന് പറഞ്ഞത് കൊണ്ട് അവകാശമാക്കണമെന്നില്ല. അതിനുള്ള യോഗ്യതയിലേക്ക് വരണം. അതായത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പ്രയോറിറ്റി ഇതായിരിക്കണം, മുൻഗണന ഇതായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ മുൻഗണന ദൈവമായിരിക്കണം, ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് ആയിരിക്കണം. ആ പ്രൊജക്റ്റ് വരുമ്പോൾ നമ്മളുടെ പരിപാടികളൊക്കെ സ്റ്റോപ്പ് ആകണം. അതിന് പ്രയോറിറ്റി കൊടുക്കണം. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെയാണ്? ഇതാ പ്രധാനപ്പെട്ട ട്രെയിൻ വരുന്നു, എക്സ്പ്രസ് ട്രെയിൻ വരുന്നു, ഭയങ്കര സ്പീഡിൽ പോകുന്നൊരു ട്രെയിനാണ്. ആ ട്രെയിനിങ് വരുമ്പോൾ ബാക്കി സാധാ ലോക്കൽ ഓടുന്ന ട്രെയിനൊക്കെ എന്ത് ചെയ്യും? നിർത്തിക്കൊടുക്കും, ഇല്ലേ? ഇതേപോലെ നമുക്ക് ലോക്കൽ പ്രോഗ്രാം, ഈ ശരീരത്തിന്റെ പ്രോഗ്രാം കുറേ ഉണ്ട്. ഈ ശരീരത്തിന്റെ പ്രോഗ്രാമുകളൊക്കെ നിർത്തിയിട്ട് ദൈവത്തിന്റെ പ്രൊജക്റ്റ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഓടാൻ അനുവദിക്കണം. അതിനെ നാം സെക്കൻഡറി ആക്കരുത്. ഹല്ലേലൂയ. അതിനെ നാം പ്രൈമറി ആക്കിക്കൊള്ളണം.
സെക്കൻഡറി ആക്കിയാൽ വി ആർ വേസ്റ്റിംഗ് അവർ ടൈം. അതിനെ പ്രൈമറി ആക്കണം. അതിനെ പ്രൈമറി ആക്കിയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമാകും. അതിനെ സെക്കൻഡറിയും തേർഡും ഫോർത്തൊക്കെ ആക്കിയാൽ നമ്മുടെ ജീവിതം ദുസ്സഹമായി മാറും. യേശുക്രിസ്തു ഇവിടെ പറയുന്ന ആ സാഹചര്യം ദൈവരാജ്യത്തിലെ അത്താഴത്തെക്കുറിച്ചാണ്. അതായത് ദൈവരാജ്യം അവകാശമാക്കുന്നതിനെ കുറിച്ചാണ്. ഈ ദൈവരാജ്യ സന്ദേശം നമ്മളെ അറിയിക്കുമ്പോൾ ദൈവം നമ്മളെ അറിയിക്കുന്നത് യൂണിവേഴ്സിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റാണ്. ഒരൽപ്പം മുമ്പ് സഹോദരൻ ജോബിക്ക് ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള ഡെയിലി ബ്രെഡ് കിട്ടി. അദ്ദേഹം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചില്ല അല്ലെ? ഈ ലോകത്തിലെ എല്ലാ പ്രൊജക്റ്റും ഒരു ചെറിയ പീരീഡ് ദർശനം വെച്ചുകൊണ്ടാണ്. 2030 ഇതേപോലെയാകും, 2035 ഇങ്ങനെയാകും. ആ ഒരു ചെറിയൊരു പീരീഡ് വെച്ചുകൊണ്ടാണ് അവരവരുടെ പ്രൊജക്റ്റുകൾ കൊണ്ടുപോകുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന യേശുക്രിസ്തു തന്റെ 12ാമത്തെ വയസ്സിൽ മാതാപിതാക്കന്മാരോട് പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകാത്ത ആ പ്രൊജക്റ്റ് ലൂക്കോസ് 2:49 തന്റെ ചെറു വയസ്സിൽ പറഞ്ഞ ആ പ്രൊജക്റ്റ്, അതാണ് ഈ യൂണിവേഴ്സിൽ ഏറ്റവും വലിയ പ്രൊജക്റ്റ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിൽ അംഗങ്ങളാകാൻ വിളിച്ചിട്ട് അതിനെ കൂട്ടാക്കാതെ ലൂക്കോസ് 2:49 വായിച്ചാട്ടെ. അവൻ അവരോട്, യേശു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ കത്തോലിക്കനെ ഇത് വളർന്നു വന്ന ഉണ്ണി യേശു, ഓക്കെ, മാതാപിതാക്കന്മാരോട്, വളർത്തപ്പനായ ജോസഫിനോടും അമ്മയായ മേരിയോടും അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇതാ, എന്നെ തിരിഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലോ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇത് മലയാളം വായിച്ചാൽ മനസ്സിലാകത്തില്ല. പിന്നെ നമ്മളോ ഇത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു? ഇല്ല, നമുക്ക് ഇഷ്ടമായ കാര്യങ്ങൾ കിടക്കുക, അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ചകഞ്ഞ് പോകണ്ടേ. പക്ഷേ KJV വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കണേ, വിസ്റ്റ് യു നോട്ട് ദാറ്റ് ഐ മസ്റ്റ് ബി അബൌട്ട് മൈ ഫാദേഴ്സ് ബിസിനസ്. ഞാൻ എൻ്റെ പിതാവിന്റെ പ്രൊജക്റ്റിലായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ലേ? അവരെ താഴെ എഴുതി വെച്ചിരിക്കുക അവൻ പറഞ്ഞത് എന്താണെന്ന്. വായിച്ച്. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അവൻ പറഞ്ഞത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. പിന്നെയാണോ നമ്മുടെ കാര്യം? നമുക്കിത് ഒട്ടും മനസ്സിലായില്ല. നമുക്ക് ആകപ്പാടെ മനസ്സിലായ എന്തുവാ? 3 പാട്ട് പാടി യേശുവെ സ്തുതിക്കുക, പ്രശ്നം പറയുക, ഇല്ലേ, എന്നിട്ട് വീട്ടിൽ കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞ് വീട്ടിൽ പോവുക. നമ്മൾ യഥാർത്ഥത്തിൽ ട്രാപ്ഡാ. ഈ പ്രൊജക്ടിന്റെ ഭാഗമാകാനാണ് ക്രിസ്തു നമ്മളെ വിളിക്കണേ. സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിലൂടെ നമ്മളെ വിളിക്കുക, ഈ പ്രൊജക്ടിന്റെ ഭാഗമാക. ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന ഈ പ്രൊജക്ടിന്റെ ഭാഗമാക നമ്മളെ വിളിക്കുക. ആ വിളിയുടെ ഉള്ളിൽ സർവപ്രപഞ്ചത്തിന്റെ രാജാവായ ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല. പക്ഷേ ക്രിസ്തുവിന് മഹത്വം കൊടുത്തതുകൊണ്ടൊന്നും ഈ പ്രൊജക്റ്റിൽ എത്തത്തില്ല. അതാ യേശു ക്രിസ്തു മത്തായി 7:21 പറയുന്നത്, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും സ്വർഗരാജ്യത്തിൽ അത്താഴം കഴിക്കത്തില്ല, സ്വർഗരാജ്യത്തിൽ കിടക്കത്തില്ല. എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. ഞാൻ വന്നത് എന്തിനാ? പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാ. നിങ്ങളെ ഞാൻ അയച്ചത് എന്തിനാ? പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാ. ഞാൻ പറഞ്ഞു, എന്നെ എൻ്റെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ വല്ല ചിന്തയുണ്ടോ? നിങ്ങളുടെ ചിന്ത എന്തുവാ? എന്ത് തിന്നും, എന്ത് ഉടുക്കും, എന്ത് ധരിക്കും, ഇത് കിട്ടാൻ വേണ്ടി ദൈവത്തെ പ്രാർത്ഥിച്ചും പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചും കുറെ ആരാധിച്ചാലൊക്കെ നിർബന്ധിച്ചാൽ തരുന്ന ഒരപ്പൻ. ബൈബിളിൽ അങ്ങനെ ഒരു അപ്പനൊന്നുമില്ല. ബൈബിളിലെ അപ്പൻ യേശുക്രിസ്തു കാണിച്ചത് ഇങ്ങനെയാ, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അത് നിങ്ങൾക്ക് എത്തിയിരിക്കും. അപ്പൻ അറിയാതെ നിങ്ങൾക്ക് ഇന്നത് വേണമെന്ന്. ഹല്ലേലൂയ. ഈ അപ്പൻ എന്ന് പറയുന്നത്, ഹെവൻലി ഫാദർ എന്ന് പറയുന്നത്
നമുക്കെല്ലാം മുമ്പേ ഓടിയിരിക്കുക. ഹല്ലേലൂയ. 5.5 ദിവസം കൊണ്ട് ദൈവം ഭൂമിയെ റീക്രിയേറ്റ് ചെയ്തപ്പോ 6-ാം ദിവസമാണ് ആറാം ദിവസം അവസാനം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. മനുഷ്യൻ പുറത്തേക്ക് വന്നപ്പോൾ അവന് വേണ്ടതെല്ലാം ഉണ്ട്, റെഡിയാ. ഇതാണ് അപ്പൻ. ഹല്ലേലൂയ. ഇതാണ് അപ്പൻ. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞു തരുന്നത്. ഇതൊക്കെ നീ എന്തിനോർത്ത് ഭാരപ്പെടുന്നു? ഇതൊക്കെ നിനക്ക് വേണമെന്ന് നിന്റെ സ്വർഗസ്ഥ പിതാവിന് അറിയാം. നീ പിതാവിനെ അറിയേ. എങ്ങനെ? പുത്രനിലൂടെ. യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണതിന്റെ കാര്യം എന്നറിയാമോ? നിങ്ങൾക്ക് നിങ്ങൾ എന്നെ അറിഞ്ഞിട്ടില്ല, എൻ്റെ പിതാവിനെയും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ യഥാർത്ഥം എൻ്റെ പിതാവിനെ അറിയായിരുന്നു. കാരണം ഞാൻ വന്നത് മുഴുവൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാ, പിതാവിനെ വെളിപ്പെടുത്താനാ. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്നെ കണ്ടേക്കണം എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾ ഇതുവരെയും ധാരാളം ദൈവങ്ങളുടെ അടുക്ക് പോയ ആളുകളാ. അത് ഇവിടെ പോകും, അവിടെ പോയി ഒരു പാക്കറ്റ് മെഴുകുതിരി കൊടുക്കും, എന്നിട്ട് ആ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ വേറൊരു കൂട്ടുകാരത്തെ പറഞ്ഞു ആ ദൈവമാണ് കുറച്ചുകൂടി നല്ലത്. നിങ്ങൾ അവിടെ പോകും. അവിടെ പോകുമ്പോൾ ആ ദൈവത്തിന് മെഴുകുതിരിയല്ല ഇഷ്ടം, ആ ദൈവത്തിന് പൂമാലയാണ്. 2 പൂമാല, ചെമ്പക പൂമാല മേടിച്ചിട്ടു. കാര്യം നടന്നില്ല. അപ്പൊ വേറൊരാൾ പറഞ്ഞു, ഇഷ്ടമാതിരി കോടിക്കണക്കിന് കിടക്കല്ലേ, ഇന്ന ദൈവത്തിന്റെ അടുക്ക പോയ കാര്യം നടക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നു. ഇങ്ങനെ പോണ വഴിയിൽ ആരോ പറഞ്ഞു, യേശു എന്നൊരു പുതിയ ദൈവം വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ ആ പുതിയ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്നു. അങ്ങനെ യേശുവിന്റെ അടുക്കൽ ചെന്നപ്പോ ഇതാ കാര്യം സാധിച്ചു. ഉടനെ ഈ വിഗ്രഹങ്ങളെ കണ്ടതുപോലെ യേശുവിനെയും കണ്ടങ്ങ് സ്തുതിച്ചുകൊണ്ടിരിക്കുക. കാരണം യേശു എന്ന് പറഞ്ഞ ഒരു ആരാധന കൊതിയനാ. ബൈബിളിലെ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ അങ്ങനെയാണ് എഴുതി വെക്കണേ. മത്തായി 33:44. അത് എന്റെ മക്കളെ എഴുതി വെക്കല്ല, ഞാൻ നെഗറ്റീവ് പറഞ്ഞതാ, ആ റെഫറൻസ് എഴുതല്ലേ. ഇങ്ങനെ ഒന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. മനസ്സിലായോ? യേശു ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നെ സ്തുതിച്ചോണ്ടിരിക്കാൻ. പകരം യേശു പറഞ്ഞത് ഞാൻ മനുഷ്യരിൽ നിന്ന് ബഹുമാനം വാങ്ങുന്നില്ലെന്നാ. ഹലോ, ഞാൻ മനുഷ്യരിൽ നിന്ന് എന്ത് വാങ്ങുന്നില്ല? യോഹന്നാൻ 5:41. നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ ബൈബിൾ വിശ്വസിക്കുക. ഞാൻ മനുഷ്യരിൽ നിന്ന് ബഹുമാനം വാങ്ങുന്നില്ല. കാരണം ഈ രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോയി അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കണ ഇവന്റെ നിന്ന് ബഹുമാനം വാങ്ങിച്ചാൽ, മനസ്സിലായോ? കാണുന്നവനൊക്കെ കയറി വിളിക്കുക അപ്പാന്ന്. കാരണം എന്തെങ്കിലും കൊടുത്താൽ കയറി അവന് അയ്യോ മനേന്നും പറഞ്ഞു കൂടും. അങ്ങനെയുള്ള ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ബഹുമാനം വാങ്ങിച്ച് ഇവൻ നാളെ എന്നെ തലക്കെട്ടടിക്കും. കണ്ടിട്ടില്ല അനേകരെ? അത് ചോദിച്ചപ്പോ എനിക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ കൂടെ വരുന്നു. അത് കിട്ടിയില്ലെങ്കിലോ ഞാനിട്ടിട്ട് പോകും. ഇതാണ് മനുഷ്യൻ. വായിച്ച യോഹന്നാൻ 5:41. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. സാക്ഷാൽ യേശു ആയി പറയുന്നേ, ഞാൻ എന്ത് ചെയ്യുന്നില്ല? മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. പിന്നെ മറ്റൊരു ഭാഗത്ത് യേശു പറയാണ്, മനുഷ്യനിലുള്ളത് എന്താണെന്ന് തനിക്കറിയാം. ഇവന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് തനിക്ക് അറിയാം. ഇവൻ ആരാണെന്ന് മനസ്സിലായോ? ഇവൻ ആരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് ഒരുത്തന്റെയും കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെടക്കാണെന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. ഉള്ള കാര്യം ഉള്ളതുപോലെ. സഭാപ്രസംഗം 7:29 ദൈവജനം ഇങ്ങനെയാ പറയണേ, ഇവൻ സൂത്രക്കാരനാണ്. ഈ സൂത്രക്കാരനായ മനുഷ്യരായ നമ്മളെ എങ്ങനെ വിശ്വസിക്കാനാ? ദൈവം ഒരാളെയും വിശ്വസിക്കുന്നില്ല. എന്നിട്ട് ദൈവം നമ്മളോടും പറഞ്ഞു, മനുഷ്യരെ സൂക്ഷിച്ചോളണം. 7:29 വായിച്ചു. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ദൈവം മനുഷ്യനെ നേരുള്ളവനെ സൃഷ്ടിച്ചപ്പോ നേരുള്ളവനായിരുന്നു. ഇപ്പോ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വരിക മനുഷ്യൻ. പക്ഷെ മനുഷ്യൻ സമ്മതിക്കോ? ഞാൻ ആരാണ്? മിസ്റ്റർ റൈറ്റ്. ഞാനാണ് മിസ്റ്റർ റൈറ്റ്. ദൈവം അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയായില്ല കേട്ടോ. ദൈവം അങ്ങനെയൊന്നും പറഞ്ഞത് ശരിയായില്ല. ഞാൻ മിസ്റ്റർ റൈറ്റ് ആണ്. ഇതാ കർത്താവ് പറഞ്ഞ, മനുഷ്യന് തന്റെ വഴികളൊക്കെയും
ചൊവ്വായി തോന്നുന്നു. അവൻ മിസ്റ്റർ റൈറ്റ്. എന്താ നമ്മളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയേ? തലതിരിഞ്ഞതായതുകൊണ്ടാ. അപ്പം വീട്ടിൽ നിന്ന് പുറത്താക്കിയേ. ക്രിസ്തുവിനെ ചെയ്യുന്നതിനാ? നേരെയാക്കാനാ. നേരെ ആയാലും എന്ത് ചെയ്യും? അപ്പൻ വീടിന്റെ അകത്താക്കും. ഇതാ ക്രിസ്തു പറഞ്ഞേ, ഈ ക്ഷണിക്കപ്പെട്ടവർ ഇപ്പോഴും തലതിരിഞ്ഞതാ. അതുകൊണ്ട് അവർ എൻ്റെ അത്താഴം ആസ്വദിക്കുകയില്ല. അത്താഴം ആസ്വദിക്കുക. യേശു വ്യക്തതയോടെ പറഞ്ഞു. യേശുവിനെ ആരെയും പേടിക്കാനൊന്നുമില്ല. കാരണം യേശുവിന് അറിയാം തൻ്റെ പുറകിൽ നിൽക്കണം ആരാണെന്ന്. തൻ്റെ അപ്പനാ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ തല്ലിക്കൊന്നാലും ജീവൻ തരാൻ കഴിയുന്ന അപ്പനാ എൻ്റെ പുറകിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, നിങ്ങൾ ഇത് വ്യക്തതയോടെ തിരിച്ചറി. ഈ വാക്ക് ഭയങ്കര അപകടം പിടിച്ച വാക്കാ. കുരുത്തക്കേട് കാണിച്ച് തലതിരഞ്ഞ് ഏതിന് പുറത്താക്കപ്പെട്ടവരാ നമ്മളെ നേരെയാക്കി ദൈവരാജ്യത്തിന്റെ അകത്ത് കയറ്റാനാണ് കർത്താവായ യേശുവിനെ അയച്ചത്. ഹല്ലേലൂയ. പക്ഷെ യേശു ക്രിസ്തു പറയുന്നു, ഈ വിളിക്കപ്പെട്ട ഒരെണ്ണവും കയറത്തില്ല. അപകടം പിടിച്ച സംഭവം. എന്താ കാര്യം വേറൊന്നുമല്ല, പ്രയോറിറ്റി മാറിയില്ല. പ്രയോറിറ്റി മാറാതെ കയറത്തില്ല. നിങ്ങൾക്കറിയാമോ, ഒരു റോക്കറ്റ് ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ റോക്കറ്റിന്റെ പ്രയോറിറ്റി എങ്ങനെയാണ്? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പൊങ്ങുന്ന റോക്കറ്റ് ഇങ്ങനെയാണോ ചിന്തിക്കണേ? പോണ വഴിക്ക് ഒന്ന് ദുബായിലൊന്ന് കയറണം, അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ വീട് ഇവിടെ ഓസ്ട്രേലിയയിലുണ്ട്, അവിടെ ഒന്ന് കയറണം, അത് കഴിഞ്ഞിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ ബഹിരാകാശത്തേക്കൊന്ന് പോകണം. അങ്ങനെയാണോ? പിന്നെ എങ്ങനെയാ? അതിൻ്റെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. അതിന് ഒരൊറ്റ ലക്ഷ്യം. നമുക്കെങ്ങനെയാ? പ്ലെയിൻ പോണ പോലെയാണോ? കൊച്ചിയിൽ നിന്ന് പൊങ്ങി ദുബായിൽ ഇറങ്ങി, ദുബായിൽ നിന്ന് പൊങ്ങി ദോഹയിൽ ഇറങ്ങി, ദോഹയിൽ നിന്ന് പൊങ്ങി ഇതാ ന്യൂയോർക്കിൽ ഇറങ്ങി, അങ്ങനെയാണോ? ഒരിക്കൽ കർത്താവായ യേശുവിന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു, ലൂക്കോസ് സുവിശേഷം 13:22 മുതലുള്ള വാക്യങ്ങളിൽ ചോദിച്ചു, രക്ഷിക്കപ്പെടുന്നത് ചുരുക്കമാണോ എന്ന് ചോദിച്ചു. നമ്മുടെ ദേവദാസന്മാരൊന്നും അവിടെ ഇല്ലാത്തത് നന്നായി. അതായാലും രക്ഷിക്കപ്പെടുന്നത് ചുരുക്കമാണോ എന്ന് ചോദിച്ചു. യേശുക്രിസ്തു തിരിച്ചു കൊടുത്ത മറുപടി നിങ്ങളെ അതിശയിപ്പിക്കും. ഇന്നത്തെ സകല ഡോക്ടറിനും മാറ്റി എഴുതേണ്ടി വരും. നമ്മളെ അകത്തേക്ക് കയറ്റാൻ ഇരിക്കുന്ന ജഡ്ജിയാ പറയണേ, പലരും കടക്കാൻ നോക്കും, പറ്റൂല. പലരും കടക്കാൻ നോക്കും, പറ്റില്ല. നമ്മളെന്താ കടക്കാൻ നോക്കുന്നവരാണോ? റിസൾട്ട് ഉടനെ കിട്ടിക്കഴിഞ്ഞു, പറ്റില്ല. ഈ ജീവിതം ഇപ്പൊ തീരും മക്കളെ, ഇപ്പൊ തീരും ഈ സാധനം. ഇത് പൊടിയിലേക്ക് പോകും. അതോടുകൂടി നമ്മളുടെ യൂണിഫോം തീർന്നു. ഇനി നമുക്ക് ഈ ഭൂമിയിലേക്ക് അപ്പിയർ ചെയ്യാൻ പറ്റത്തില്ല. ഈ ശരീരം ഇനി ഒരിക്കലും മടക്കി കിട്ടത്തില്ല. ഇന്നലത്തെ ദിവസം ഉപയോഗിച്ച ശരീരം ഇനി ഒരിക്കലും കിട്ടില്ല. അത് പോയി, അത് ദ്രവിച്ചു. ഇനി ഇത് കുറച്ച് ദിവസങ്ങളിൽ ഇത് പരിപാടി തീരും. അതിനു മുമ്പ് നമ്മളുടെ പാത്രത്തെ നാം കണ്ടെത്തിക്കൊള്ളണം. യേശു പറഞ്ഞു, പലരും കടക്കാൻ നോക്കും, പറയണേ, എന്നാൽ സാധിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ഇത് പറയാണ്, കടക്കണമെങ്കിൽ പോരാടണം. അല്ലാതെ നിന്റെ 3 പാട്ടല്ല നിന്നെ അവിടെ കയറ്റണേ. നിന്റെ പ്രശ്നം പരിഹരിക്കുമെന്ന് കേൾക്കുമ്പോൾ ആത്മാവിൽ നിറയുന്ന പരിപാടിയല്ല അവിടെ കയറ്റണേ. ആ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനൊത്ത് നമ്മൾ മാറണം. ഹല്ലേലൂയ. ആത്മാവിന്റെ ശുദ്ധീകരണത്തിലൂടെ അനുസരണം കാണിക്കണം. ആദത്തെ പോലെ ആകരുത്. ബി അണ്ടർ സബ്മിഷൻ. ദൈവത്തിന്റെ അതോറിറ്റിയുടെ കീഴിൽ നമ്മൾ ആയിരിക്കണം.
എങ്ങനെ? ക്രിസ്തു പിതാവിന്റെ അതോറിറ്റിയുടെ കീഴിൽ ആയിരിക്കുന്നത് പോലെ. പുരുഷൻ ക്രിസ്തുവിന്റെ അതോറിറ്റിയുടെ കീഴിലായിരിക്കണം. സ്ത്രീ പുരുഷന്റെ അതോറിറ്റിയുടെ കീഴിലായിരിക്കണം. മക്കൾ അതിന്റെ താഴെ ആയിരിക്കണം. ദിസ് ഈസ് ദ ഹൈറാർക്കി ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ഇത് മനസ്സിലാക്കി അതിന്റെ ഉള്ള നിലനിന്നുകൊണ്ട് നാം ആയിരുന്നാൽ നാം പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടു. വായിച്ച് ലൂക്കോസ് 13:22 മുതൽ. അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന്, അസരിച്ച് നിങ്ങൾക്ക് ഈ രക്ഷയെ കുറിച്ചുള്ള സംശയം ചോദിക്കാൻ ഇന്ന് ഭയങ്കര ഡൗട്ടാ. രക്ഷിക്കപ്പെട്ട മക്കളെ നിങ്ങൾ അങ്ങോട്ട് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ധാരാളം പേരുണ്ട്. വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ്, ഒരു കുഴപ്പമില്ല, കൃപയല്ലേ, കൃപ ഇങ്ങനെ സമൃദ്ധമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക, അപ്പൊ അങ്ങോട്ട് കയറി അങ്ങ് നിങ്ങൾ പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞ്. ഈ കൃപ ആരിലൂടെയാ വന്നേ നിങ്ങൾക്കറിയോ? കൃപയുടെ സോഴ്സ് ആരാന്നറിയോ? സ്വർഗസ്ഥ പിതാവ്. ആരിലൂടെയാണ് വന്നത്? യേശുക്രിസ്തുവിലൂടെ, അല്ലേ? അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി, അല്ലേ? സ്വർഗത്തിലെ ദൈവം തന്നെ ക്രിസ്തുവിനെ നിറച്ചു, ഇല്ലേ? ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവാണ് ക്രിസ്തു. മനസ്സിലായോ? സോഴ്സ് അല്ല ക്രിസ്തു, നിറയ്ക്കുന്ന സ്വർഗസ്ഥ പിതാവിന്റെ നിറവാ, നിറച്ചിങ്ങ തന്നേക്കുവാ. ഇതാണ് സ്വർഗസ്ഥ പിതാവ് ഒരു സാക്ഷ്യം പറയുന്നുണ്ട് നമ്മളോട്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ സാക്ഷ്യം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്. മനുഷ്യരുടെ സാക്ഷ്യം ഉണ്ടല്ലേ? എങ്ങനെയാ മനുഷ്യരുടെ സാക്ഷ്യം? എന്നെ കാണിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ശ്രദ്ധിച്ചേ, എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തിന്റെ സാക്ഷ്യമുണ്ട്. അത് സത്യമായ സാക്ഷ്യം. ആ സാക്ഷ്യം എങ്ങനെയാ പറയുന്നത്? ദൈവം പറയാണ്, ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ തന്നിട്ടുണ്ട്. ഞാനാണ് ജീവന്റെ ഉറവിടം. ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ തന്നിട്ടുണ്ട്. ആ നിത്യജീവൻ എന്റെ പുത്രനായ ക്രിസ്തുവിലുണ്ട്. ക്രിസ്തുവെ ഞാൻ നിറച്ചു വിട്ടേക്കുവാ. പുത്രൻ ഉണ്ടോ നിനക്ക്? നിനക്ക് ജീവനുണ്ട്. പുത്രൻ ഇല്ലയോ? നിനക്ക് ജീവനില്ല. പുത്രൻ നിന്നെ തുപ്പിയാൽ പരിപാടി പൂട്ടി. ഹല്ലേലൂയ. തുപ്പരുത്. ആ ഭാഗം തുമ്പ് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരാം. 1 യോഹന്നാൻ 5. 1 യോഹന്നാൻ 5:11. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. കേട്ടോ, ഇതാണ് ദൈവത്തിന്റെ സാക്ഷ്യം. നമ്മളൊരു സാക്ഷ്യം പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പറയാ? അതെ, ഇങ്ങനെ ബൈബിള് പിടിച്ചിട്ടോ, അല്ലേ? കഴിഞ്ഞ ആഴ്ച എൻ്റെ ദൈവം എനിക്ക് നല്ലവനും വിശ്വസ്തനും ആയിരുന്നു, അല്ലേ? പക്ഷെ ദൈവം സ്വർഗത്തിൽ നിന്നൊരു സാക്ഷ്യം പറയുകയാണ്, മക്കളെ, ഞാൻ നിങ്ങൾക്ക് നിത്യജീവനെ തന്നിട്ടുണ്ട്. നമ്മൾ പറയാം, ഞങ്ങൾക്ക് എന്തിനാ അത്? ഞങ്ങൾക്ക് ഈ ഉടുപ്പ്, ചെരുപ്പ്, കഴിക്കാൻ, ജോലി, ഇതിങ്ങനെയൊക്കെ വേണ്ടേ? കാരണം നമുക്ക് ബോധമില്ല നമുക്ക് യഥാർത്ഥത്തിൽ എന്താ വേണ്ടതെന്ന്. നമ്മുടെ ജീവൻ പോവുക, നമ്മുടെ ജീവൻ റണ്ണിങ് ഔട്ട്, നമ്മുടെ ജീവൻ പോവുക. പെട്രോൾ തീരുന്നത് പോലെ നമ്മുടെ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ജീവനാണെന്ന് ആർക്കറിയാം? പിതാവിനറിയാം. ഹല്ലേലൂയ. പിതാവിനറിയാം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഏതോ ഒരു ആ ദൈവത്തിന്റെ നേച്ചറുള്ള ഏതൊരു ഭൂമിയിലെ പിതാവ് എന്ത് ചെയ്യുന്നറിയാമോ? കരുതുന്നവനായിരിക്കും. ഒരു കാര്യം മുൻകൂട്ടി വരുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനുവേണ്ടി കരുതും. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം, നിന്റെ സകല ചിന്താകുല എന്റെ മേൽ ഇട്ടുള്ളൂ, നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരുമെന്നല്ല, ഞാൻ നിനക്കായി കരുതുന്നതാകയാൽ. അതുകൊണ്ട് പ്രിയമകളെ, നീ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കുന്നുവോ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരുവനുണ്ട്, നിന്റെ അപ്പൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ സകല ചിന്താകുലവും അപ്പന്റെ മേലിട്ടുകൊള്ളുക. അപ്പൻ നിനക്ക് വേണ്ടി കരുതുന്നുണ്ട്. മനുഷ്യരാരും കരുതുന്നില്ല. ജീവൻ പോകാൻ പോവുകയാണെന്ന് മനുഷ്യനൊരു ചിന്ത പോലുമില്ല. പക്ഷെ സ്വർഗത്തിലെ ഒരു സാക്ഷ്യം പറയുകയാണ്, മക്കളെ, ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ തന്നിട്ടുണ്ട്. ആ ജീവൻ എവിടെയുണ്ട്? എന്റെ പുത്രനായ ക്രിസ്തുവിലുണ്ട്. ക്രിസ്തു ഉണ്ടോ നിനക്ക്? നിത്യജീവനുണ്ട്. ക്രിസ്തു ഇല്ലയോ? നിത്യജീവനില്ല.
ഇന്ന് അനേക ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുവില്ല. എങ്ങനെ അറിയാം? ഇവരിങ്ങനെ പേരും പറഞ്ഞ നടക്കുക. അവസാനം ക്രിസ്തു പറയുന്നത് ഞാൻ നിങ്ങളെ അറിയത്തുപോലും ഇല്ല. ഇവന് ക്രിസ്തുവില്ല. ഇവന്റെ ചിന്തയിൽ, ഇവരുടെ ചിന്തയിൽ ഇവന് ക്രിസ്തു ഉണ്ട്, പക്ഷെ ഒറിജിനൽ ക്രിസ്തുവിൽ ഇവനില്ല. യേശു പറയും ഞാൻ നിങ്ങളെ അറിയത്തുപോലും ഇല്ല. ഇവര് പറയുന്നു ഞങ്ങളൊക്കെ കർത്താവ് സ്വീകരിച്ചു, സുവിശേഷം എത്ര സ്ഥലത്ത് അറിയിച്ചു, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്തേക്ക് പ്രവചിച്ചു. കർത്താവ് പറയും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ട് പോലും ഐ നെവർ നോ യു. അറിഞ്ഞിട്ടില്ല. പുത്രനില്ല അവർക്ക്. പുത്രനുണ്ടെങ്കിൽ നിത്യജീവനുണ്ട്, പുത്രനില്ല. അപ്പൊ ഇവരൊക്കെ പരിശ്രമിച്ചതായിരുന്നു, ഒന്നും പോയില്ല. ഇത് നമുക്കുള്ളൊരു വാണിങ്ങാ. ലൂക്കോസ് 13 വന്നേ, നമ്മൾ വായിച്ച ഭാഗം. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും. പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും. ആരാ ഇത് പറഞ്ഞേ? യേശുക്രിസ്തുവാ പറഞ്ഞ. പലരും കടക്കാൻ നോക്കും, കഴിയില്ല. കഴിയില്ല. ദൈവരാജ്യത്തിൽ കടക്കാൻ വേണ്ടി നോക്കുന്നത് ഇന്ന് അങ്ങനെ നോക്കുന്നത് പോലും ഇല്ല ആളല്ല. കാരണം പലരും ഇന്ന് ക്രിസ്തീയ സമൂഹം വലിയൊരു കൂട്ടം പറയുന്നത് ദൈവരാജ്യം ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറയുന്നത്. അത് യഹൂദന്മാർക്കുള്ളതാ. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അവരുടെ ചിന്തയിൽ കേരളത്തിന്റെ പാതി മാത്രം വലിപ്പമുള്ള ഇസ്രായേൽ ദേശമാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. അവരത് തിരിച്ചറിയുന്നില്ല. യേശുക്രിസ്തു തന്റെ ജീവിതകാലം മുഴുവൻ എന്നിട്ട് അതിൽ തൊടാൻ പോയില്ല. അവസാനം മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇവിടുന്ന് പോകാൻ പോണതിന് തൊട്ട് മുമ്പ് ഒരു ഗത്യന്തരമില്ലാതെ ഇവർ ചോദിച്ചു, അപ്പൊ ഗുരുവേ ഇത് ഞങ്ങൾക്ക് രാജ്യം എപ്പോഴാ? നീ ഒന്നും മിണ്ടുന്നില്ലല്ലോ ആ കാര്യത്തെക്കുറിച്ച്. ഞങ്ങൾക്ക് രാജ്യം എപ്പോഴാ യഥാസ്ഥാനമാക്കി തരുന്നേ? യേശു പറഞ്ഞു, എൻ്റെ അധികാരത്തിൽപ്പെട്ടതല്ലത്. അത് എൻ്റെ പിതാവ് തൻ്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യമാണ്. അത് അറിയേണ്ടത് നിങ്ങൾക്കുള്ളത് അല്ല. അവർ ചിന്തിച്ച സംഭവത്തിൽ തൊടാതെ പോയി ഇവിടെ നിന്ന്. എന്നാൽ അത് തൊടും. അതിന്റെ ഭരണമൊക്കെ സംഭവിക്കും. എപ്പോ? 1000 വർഷം ഭരണ സമയത്ത്. ഹല്ലേലൂയ. അത് യേശുക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി ദൈവത്തിന്റെ മുഖാന്തര ഭരണം കാഴ്ചവെക്കും. സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് തന്റെ പുത്രനായ ക്രിസ്തുവിൽ തന്റെ ആത്മാവിനെ കൊടുത്ത് ഈ ഭൂമിയിൽ വാഴും. മുഖാന്തര ഭരണം. എങ്ങനെ? മുഖാന്തര ഭരണം മനസ്സിലാക്കണം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വാണു. അങ്ങനെയാ? ബ്രിട്ടീഷിൽ നിന്നുകൊണ്ട്, അവരുടെ UK നിന്നുകൊണ്ട് ഇവിടെ അവരുടെ ഗവർണറെ വെച്ച്, ഓരോ സ്ഥലങ്ങളിലും ഗവർണറെ വെച്ച് മുഖാന്തര ഭരണം. ഇന്ത്യ മുഖാന്തര ഭരണത്തിന്റെ കീഴിലായിരുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു യഹൂദിയയിലായിരുന്നപ്പോ അവിടെ മുഖാന്തര ഭരണമായിരുന്നു. ആരുടെ? റോമ ഗവൺമെന്റ് മുഖാന്തര ഭരണമായിരുന്നു. റോമ ഗവൺമെന്റ് ജുദിയയിലെ തങ്ങളുടെ ഓഫീസറായ ഗവർണറായ പൈലറ്റിലൂടെ റോമ ഭരണം ജുദിയയിൽ കാഴ്ചവെക്കുകയായിരുന്നു, യഹൂദിയയിൽ കാഴ്ചവെക്കുകയായിരുന്നു. ആ ഗവർണറാണ് യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചത്. അത് മുഖാന്തര ഭരണമാണ്. എന്നാൽ ഈ മുഖാന്തര ഭരണമെല്ലാം കഴിഞ്ഞിട്ട്, ഈ ഭൂമിയിൽ മുഖാന്തര ഭരണങ്ങളുണ്ട്, ഇതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന് മുഖാന്തര ഭരണങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, ഡയറക്റ്റ് അല്ല. സർവഭൂമിയും പിശാചിന്റെ കീഴിലാണ്. എങ്ങനെ? മനുഷ്യന് കൊടുത്ത ഭൂമിയെ പിശാച് മനുഷ്യന് സ്വകേന്ദ്രീകൃത ഭരണമാക്കി മാറ്റിയിട്ട് ഇവനെ മരണത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് പിശാച് പിടിച്ചു. യഥാർത്ഥത്തിൽ മനുഷ്യൻ സ്വകേന്ദ്രീകൃതനായല്ല പ്രവർത്തിക്കേണ്ടത്, മനുഷ്യൻ ദൈവം കേന്ദ്രീകൃതനായ പ്രവർത്തിക്കേണ്ടത്. ഹല്ലേലൂയ. അതിന്റെ പേരാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം, ഗോഡ് ഹെഡ് ഓപ്പറേഷൻ. ഇതൊക്കെയാണ് ബൈബിളിൽ ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതിവിടെ നടന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ക്രിസ്തു.
ദൈവത്തിന്റെ വചനം പറയും, ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി അവൽ വസിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗോഡ് ഹെഡ് ഓപ്പറേഷൻ വസിച്ചത് ക്രിസ്തുവില. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു തലത്തിലല്ല മനുഷ്യൻ ഇന്നായിരിക്കുന്നത്. മനുഷ്യന് സ്വയം കേന്ദ്രീകൃത ഭരണമാണ്. അപ്പോ ഇവിടെ തിരിച്ചറിയേണ്ടത്, യേശുക്രിസ്തു പറയാണ്, അനേകർ കടക്കാൻ ശ്രമിക്കും, പക്ഷെ പറ്റില്ല. ആ കൂട്ടത്തിൽ നമ്മളാകരുത്. കർത്താവായ യേശുവോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ ക്ഷണിക്കപ്പെട്ട പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കുകയില്ല. നമ്മളിത് അറിയാതെ ആരോ പറഞ്ഞു, ഇടയ്ക്ക് യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, പിന്നെ നമ്മൾ ഒന്ന് കാർഡ് ഫില്ല് ചെയ്തു, പിന്നെ സൗകര്യം കിട്ടിയപ്പോൾ ഒന്ന് സ്നാനപ്പെട്ടു, അതോടുകൂടെ കൈയടിച്ച് പാട്ടുപാടുന്നവരുടെ കൂട്ടത്തിലായി ഞാനും പോകുമെന്ന്. എൻ്റെ മോനെ പോവില്ല. പോകാൻ വേണ്ടിയാണ് യേശുവിനെ കർത്താവായി സ്വീകരിച്ചത്. പോകണമോ? എൻ്റെ കുഞ്ഞേ, നിന്റെ ജീവിതത്തിന്റെ പ്രയോറിറ്റി മാറണം, മുൻഗണന ക്രമം മാറണം. ഇതുവരെ ലോകമായിരുന്നു നിനക്ക് മുൻഗണന, അല്ലേ? അത് മാറിയിട്ട് ദൈവമായിരിക്കണം, ദൈവത്തിന്റെ താല്പര്യങ്ങളായിരിക്കണം, ദൈവരാജ്യമായിരിക്കണം നമുക്ക് മുൻഗണന. അല്ല, നിങ്ങൾ ദൈവരാജ്യ സുവിശേഷം കേട്ടു, ഞാനും വരുന്നു, എത്ര നല്ല വചനം ബ്രദറെ എന്നൊക്കെ പറഞ്ഞ് ചാടിക്കേറി. വീട്ടിൽ ചെന്നപ്പോ വേറെ അലത് കേട്ടു, ഓഫീസിൽ ചെന്നപ്പോ വേറെ അലത് കേട്ടു, പലതും കേട്ടു. അപ്പോ ഈ പ്രയോറിറ്റി കുറഞ്ഞ് സംഭവം മാറി. യേശുക്രിസ്തു പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം നീ പുറകിലോട്ട് നോക്കിയാൽ നീ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവൻ അല്ല. പ്രയോറിറ്റി ദൈവത്തിനായിരിക്കണം, ദൈവത്തിന്റെ താല്പര്യങ്ങൾക്കായിരിക്കണം, ദൈവ ഇഷ്ടത്തിനായിരിക്കണം. ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ വളരെ ശ്രദ്ധിച്ചോളണം. ദൈവരാജ്യ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായത്. വളരെ അപകടം പിടിച്ചൊരു വേടാണ് യേശുക്രിസ്തു പറഞ്ഞത്. പ്രയോറിറ്റി മാറിയില്ല എങ്കിൽ അകത്ത് കയറില്ല. ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു നല്ല സഭയിൽ പോയി നിങ്ങൾ കുറച്ച് നാൾ കൈയടിച്ചൊക്കെ ആരാധിച്ച് ഒരു സുഖമൊക്കെ അനുഭവിച്ചു പോകാം, അല്ല അവിടെ എത്തൂല. യേശുവിന്റെ വാക്കുകൾ ആകാശം മാറും ഭൂമി മാറും, യേശുക്രിസ്തുവിന്റെ വാക്കുകൾക്ക് ഒരു മാറ്റവും ഇല്ല. നമ്മൾ യേശു മാറാൻ വേണ്ടി നിൽക്കണ്ട, യേശു മാറില്ല. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും അനന്യനാ. നമ്മൾ മാറിക്കോളണം. വായിച്ച്. മറ്റൊരുത്തൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, ഒരുവൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ എന്ത് ചെയ്യാം? അനുഗമിക്കാം. പക്ഷെ ആദ്യം എൻ്റെ വീട്ടുകാരൊക്കെ ഒന്ന് സമ്മതിക്കണം. ചിലക്ക് അങ്ങനെയല്ല. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ചൊന്ന് സമ്മതിക്കണം, പാസ്റ്റർ ഒന്ന് സമ്മതിക്കണം, അച്ഛനൊന്ന് സമ്മതിക്കണം, എൻ്റെ മാവി ഒന്ന് സമ്മതിക്കണം. യേശുക്രിസ്തു ഉടനെ തിരിച്ചു പറഞ്ഞ എന്നാന്നറിയാമോ? താഴേക്ക്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. അപ്പോ ശ്രദ്ധിച്ചേ, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. അപ്പൊ യേശുവിന്റെ ദൃഷ്ടിയിൽ ഭൂമിയിലെ കുടുംബം മുമ്പിലാണോ പുറകിലാണോ? ഭൂമിയിലെ ബന്ധങ്ങൾ മുമ്പിലാണോ പുറകിലാണോ? ഒന്നൊരു വായിച്ചേ, ഇവരുത്തരം പറയില്ല. ഓൺലൈനിലായിരിക്കുന്നവർക്ക് ടൈപ്പ് ചെയ്യാട്ടോ. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. അപ്പൊ യേശുവിന്റെ ദൃഷ്ടിയില് ഭൂമിയിലെ കുടുംബങ്ങളും ഭൂമിയിലെ ബന്ധങ്ങളും ബന്ധനങ്ങളും ഒക്കെ മുമ്പിലാണോ പുറകിലാണോ? പുറകിലാ. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. പുറകിലുള്ളവരെ സ്നേഹിച്ചോ, ബഹുമാനിച്ചോ, ഹല്ലേലൂയ, നമുക്ക് അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്തു. പക്ഷേ മുമ്പിലുള്ള ബന്ധത്തെ തൊടാൻ അനുവദിക്കരുത്. മനസ്സിലായോ? ഒന്നാമത്തെ കുടുംബം ആദത്തിന് പറ്റിയ പറ്റാണത്.
സന്ദേശം നിങ്ങൾ നേരത്തെ കേട്ടു. രക്തബന്ധം ആത്മബന്ധത്തെ തകർത്ത് കളഞ്ഞു. ദൈവം ആദത്തോട് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് കൽപ്പിച്ചു ഇന്നത് ചെയ്യാൻ, ഞാനാണ് നിന്റെ തല. നിന്റെ വൈഫ്, നിന്റെ ശരീരം, ബോഡി നിന്നോട് പറഞ്ഞു, നീ ഏതനുസരിച്ചു? രക്തബന്ധവും നിന്നോട് പറഞ്ഞു, ആത്മബന്ധവും നിന്നോട് പറഞ്ഞു, നീ ഏതനുസരിച്ചു? രക്തബന്ധം പറഞ്ഞതനുസരിച്ചു. നിന്റെ വൈഫ് പറഞ്ഞതനുസരിച്ചു. നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. ഗെറ്റ് ഔട്ട്. ഹല്ലേലൂയ. തകരപ്പെടരുത്, പ്രയോറിറ്റി മാറരുത്. ഇതാ യേശു പറഞ്ഞ, പ്രയോറിറ്റി മാറാത്ത ഒരു ഗ്രൂപ്പ് ജനം, അവര് ദൈവരാജ്യത്തിൽ കടക്കത്തില്ല, അത്താഴത്തിൽ കടക്കത്തില്ല. യേശു വ്യക്തതയോട് പറയാ, കലപ്പയ്ക്ക് കൈവച്ച ശേഷം ദൈവരാജ്യ സുവിശേഷത്തിലേക്ക് എന്റെ പ്രിയ മകനെ, പ്രിയ മകളെ, നീ എൻട്രി ചെയ്താൽ ഇത് കളിതമാശയല്ല, നീ ചിന്തിക്കുന്നത് പോലെ ഒരു യുദ്ധമാ, യുദ്ധം. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ ദൈവത്തോട്, ഞാൻ ആരോട് പറയാൻ? ഈ ബേബി ഒക്കത്തെടുത്ത് വെക്കുന്ന ഈ പിള്ളേരോട് ഞാൻ എന്ത് പറയാനാ? ഇവരെയും കൊണ്ട് എങ്ങും പോകാൻ വയ്യ. എവിടെയെങ്കിലും യുദ്ധത്തിന് പോയാൽ കൊച്ചിനെയും കൊണ്ട് എവിടെയെങ്കിലും യുദ്ധത്തിന് പോകാൻ പറ്റുമോ? യുദ്ധത്തിന് പോകാൻ വാളെടുക്കും, കൊച്ചു കരയും, പിന്നെ കൊച്ചിനെയും കൊണ്ട് പോകാൻ പറ്റില്ല. കൊച്ചവിടെ ഇരിക്കട്ടെ വീട്ടില്. യുദ്ധമായത്, യുദ്ധം, ആത്മീക യുദ്ധം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാര ലോകത്തിന്റെ ആധിപത്യ ശക്തികളോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണ്. ഈ യുദ്ധം അകത്തളത്തിൽ നടക്കുക. ഒരു ഭാഗത്ത് അവന്റെ ആളുകളും അറിവില്ലാത്ത സഹോദരങ്ങളും സഹോദരിമാരും ചുറ്റും വന്ന് മനസ്സിനെ ഇടിച്ച് ഈ സ്വർഗത്തിൽ നിന്ന് ഒന്നും ഇറക്കണ്ട എന്ന് പറഞ്ഞ് ഇടിച്ചു വെക്കുമ്പോ അതിനോടും ജ്ഞാനത്തോടെ വിവേകത്തോടുകൂടെ പെരുമാറി ദൈവത്തിന്റെ ചിന്തകൾ അകത്തുനിന്ന് പുറത്തേക്ക് ഇറക്കിക്കട്ടെ ഈ പിശാചിന്റെ പ്രവർത്തനം അഴിച്ചു മാറ്റണം. ഈ നാളുകളിൽ ഇത് തിരിച്ചറിയണം. എന്നാൽ ദൈവത്തിന്റെ വചനം വിശ്വാസികൾ ഒരു കൂട്ടത്തേക്ക് പറയാ, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകുന്ന നിങ്ങൾ ഇപ്പോഴും ബേബികളാ. ബേബികൾ എങ്ങനെ യുദ്ധത്തിന് കൊണ്ടുപോണേ? ഹല്ലേലൂയ. അപ്പൊ വാളെടുക്കുമ്പോ, അയ്യോ എനിക്ക് വേദന എടുക്കണേന്ന് പറഞ്ഞ് അപ്പുറത്തെ കരയാൻ തുടങ്ങും. എനിക്ക് വിശക്കണേ. ഹല്ലേലൂയ. എന്റെ പ്രിയ മകനെ, പ്രിയ മകളെ, നമ്മുടെ പ്രയോറിറ്റി മാറിയേ പറ്റൂ. അല്ലെങ്കിൽ ഒരു രക്ഷയിൽ നമ്മുടെ പ്രയോറിറ്റി മാറിയാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ആക്ഷൻ മാറും. ചുമ്മാ പ്രയോറിറ്റി മാറി പറഞ്ഞിട്ട് കാര്യം, നമ്മുടെ ആക്ഷൻ മാറും. എന്റെ ജീവിതത്തില് ഗൾഫില് 33ാമത്തെ വർഷമായിപ്പോ ഇതാ വളർന്നു വന്ന സമയത്ത് എന്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്തെ ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു. ഞങ്ങൾക്ക് അവിടെ സൺഡേ അവധിയായിരിക്കും. സൺഡേ അവധി ആകുമ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സൺഡേ അല്ല, ഫ്രൈഡേ. ഇപ്പോഴാണ് സൺഡേ, ഫ്രൈഡേ അവധിയാ. അപ്പോ വ്യാഴാഴ്ച, തേഴ്സ്ഡേ, തോംസൺ വീഡിയോ ഉണ്ട്. തോംസൺ വീഡിയോ, ആ തോംസൺ വീഡിയോയിൽ പോയിട്ട് 3 കാസറ്റ് എടുക്കാം, വീഡിയോ കാസറ്റ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഈ തോംസൺ വീഡിയോന്ന് കാസറ്റ് എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി 9 മണിയാകുമ്പോൾ ഒരു വീഡിയോ ഇടും. ഏകദേശം 2.5-3 മണിക്കൂറുണ്ട് ഒരെണ്ണം, ഒരു സിനിമ. അത് കഴിയും. അത് കഴിയാൻ നേരത്തെ ഇന്റർവെല്ല്, എനിക്ക് ഇന്റർവെല്ല, ഒരു സിനിമ കഴിഞ്ഞ ഒരു ഇന്റർവെല്ല. അത് കഴിഞ്ഞാൽ കിച്ചണിൽ പോയിട്ട് ഒരു ചായ ഉണ്ടാക്കും. ചായ കുടിച്ച് വന്നിട്ട് രാത്രി 12 മണിക്ക് സെക്കൻഡ് ഷോ. നമ്മുടെ ഇവിടെയൊക്കെ 9 മണിക്കല്ല സെക്കൻഡ് ഷോ. അവർ വീട്ടിൽ സെക്കൻഡ് ഷോ 2-1.5 മണിക്ക് രണ്ടാമത്തെ സിനിമ ഇടും. അത് ഏകദേശം 2:30-3 മണി അടുത്തകം തീരും. അത് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് ഇച്ചിരി നേരം അതിന് ആശ്വാസം വേണമല്ലോ, വീണ്ടും അടുത്തൊരു ചായ കുടിക്കും. അതിനുശേഷം വന്നിട്ട് 3ാമത്തെ ഇടും. നേരം വെളുത്ത 6 മണിയാകുമ്പോൾ അടുക്കറാകുമ്പോൾ 3 ഷോയും തീർന്നു. വെള്ളിയാഴ്ച ഞാൻ കിടന്ന് ഉറങ്ങും. എന്റെ പ്രയോറിറ്റി അതായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്നെന്റെ പ്രയോറിറ്റി അതല്ല. എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് രാത്രി 12 മണി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ആദ്യ മണിക്കൂർ, ഒരു ദിവസത്തിന്റെ ആദ്യ മണിക്കൂർ ദൈവസന്നിധിയിലായിരിക്കും. എന്റെ പ്രയോറിറ്റി അതാ. കാരണം ദൈവം എന്നെ കാണിക്കേണ്ടത് കാണിച്ചു. എന്റെ പ്രയോറിറ്റി അതാ.
ഇന്ന് ഏകദേശം ഉറങ്ങാൻ കിടന്നത് ഉറങ്ങിയത് ഏകദേശം 4:30 മണിയായി വെളുപ്പിന്. കാരണം അത്രമാത്രം ഉത്തരവാദിത്തങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങൾ. ഹല്ലേലൂയ. എവിടെ? ആത്മമണ്ഡലത്തിൽ. ദൈവജനത്തെ നയിക്കണം. ഈ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ജനത്തെ ശരിയായി കൊണ്ടുപോകണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മുടെ പ്രയോറിറ്റി മാറിയാൽ നമ്മുടെ ആക്ഷൻസ് മാറും. അന്ന് രാത്രികളിൽ 3 സിനിമയായിരുന്നെങ്കിൽ ഇന്ന് രാത്രികളിൽ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിന്റെ ചിന്തകളെ റിസീവ് ചെയ്യുക, ദൈവജനത്തിന് കൊടുക്കാൻ. എന്താ കാര്യം? ദൈവത്തിന്റെ വചനം പറയുന്നു, തക്ക സമയത്ത് ആഹാരവിഹിതം കൊടുക്കുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. അങ്ങനെ കാണുന്നവനെ ദൈവം തനിക്കുള്ളതിലൊക്കെയും യജമാനനാക്കി വെക്കും, അധികാരിയാക്കി വെക്കും. നിങ്ങൾക്ക് ഈ ഭാവിയിൽ ഈ തൽക്കാല ജീവിതത്തിലെ 5, 10, 15, 20, 30 വർഷം ഇതാ എന്തെങ്കിലും യജമാനനായിരുന്നാ മതിയോ? അതോ നിത്യകാലമായിരിക്കണോ? എന്റെ പ്രിയ മോനെ, മോളെ, ഇവിടെയുള്ള അപ്പന്റെയും അമ്മയുടെയും അവകാശം കിട്ടിയാലും അത് എന്താ സംഭവിക്കുക? അത് 30, 40, 20 വർഷം കഴിയുമ്പോൾ അത് നമ്മളിത് മാറ്റപ്പെടും. ഹല്ലേലൂയ. ഏതാ കർത്താവിന്റെ വചനം പറയാ, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. നിങ്ങൾക്ക് ഭൂമിയിലെ ഒരു കാര്യം എങ്ങനെയാ അവകാശമായി കിട്ടുന്നേ? അപ്പം മരിക്കുമ്പോ അവകാശമാക്കും. അതുകൊണ്ട് ഇന്ന് പല മക്കളും അപ്പനെ കൊല്ലുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നിർബന്ധമാക്കി. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസവും ഒരു മകൻ നല്ല ആരോഗ്യത്തോടെ ഇടുന്ന അപ്പൻ, ഞാൻ എന്റെ വോയിസ് കേട്ടു, അപ്പന്റെ മകനുമായിട്ട് സംസാരിക്കുന്നു. കുറച്ചു ദിവസം ഈ മകൻ അപ്പനെ നോക്കാൻ കൊണ്ടുപോയി. ആ സമയം കൊണ്ട് വെറും നിസ്സാര ദിവസങ്ങൾ കൊണ്ട് അപ്പനെ പെട്ടിയിലാക്കി. എന്നിട്ട് ആ മകൻ അപ്പന്റെ സ്വത്തിന് വേണ്ടി സംസാരിക്കുക. അത് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആളുകൾ ഇട്ടു തന്നു. ഇതുകൊണ്ട് എത്ര ആരോഗ്യത്തോടെ ഇരുന്ന മനുഷ്യനാ ഇവൻ കൊണ്ടുപോയി കൊന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിലെ അവകാശം കിട്ടുന്നത് അപ്പം മരിക്കുമ്പോഴാ. അത് 30, 20, 40 ഒക്കെ ആയിരിക്കും വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മാക്സിമം. എന്നാൽ സ്വർഗത്തിലെ അവകാശം കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മുടെ അപ്പനും മരണമില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യും? വിഷം കൊടുത്ത് കൊല്ലാൻ പറ്റുമോ? ഭൂമിയിൽ പലരും ചെയ്യുന്ന പോലെ. പിന്നെ എങ്ങനെ എനിക്ക് അവകാശം കിട്ടും? ഭൂമിയിൽ അവകാശം കിട്ടാൻ അപ്പം മരിക്കുമ്പോ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്നാൽ അവകാശം കിട്ടും, അല്ലേ? എന്നാൽ നിത്യാവകാശം എങ്ങനെ കിട്ടും? ദൈവം തരുന്ന അവകാശം എങ്ങനെ കിട്ടും? എന്റെ പ്രിയ മക്കളെ, ഭൂമിയിൽ അപ്പം മരിക്കുമ്പോഴാണ്, ജഡത്തിലെ അപ്പം മരിക്കുമ്പോഴാണ് അവകാശം കിട്ടുന്നതെങ്കിൽ സ്വർഗത്തിലെ അവകാശം കിട്ടുന്നത് നമ്മുടെ അപ്പന് മരണമില്ലാത്തത് കൊണ്ട് നാം ജയം പ്രാപിക്കുമ്പോഴാണ്, നാം ജയിക്കുമ്പോഴാണ്. ഇത് തിരിച്ചറിയണം. മനസ്സിലായോ? നിങ്ങൾ ചോദിക്കും, അതിന് വാക്യമുണ്ടോ? ഉണ്ടല്ലോ. ദൈവവചനം പറയുന്നു, ജയിക്കുന്നവൻ ഇത് അവകാശമായി പ്രാപിക്കും. അപ്പൊ എപ്പോഴാണ് അവകാശം കിട്ടുന്നത്? ജയിക്കണം. മോനെ, മോളെ, ജയിക്കോ? ബ്രദറെ, ജയോ ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല. ഞങ്ങൾ ആകപ്പാടെ കേട്ടത് ആരാധന. 3 പാട്ട് പാടുക, ആണുങ്ങളുടെ ഭാഗത്ത് ഒരാൾ പ്രാർത്ഥിക്കുക, പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഒരാൾ പ്രാർത്ഥിക്കുക, സങ്കീർത്തനം, കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോവുക. ജയോ എന്ന് പറഞ്ഞൊരു സംഭവം ഞങ്ങൾ കേട്ടിട്ടില്ല. കാരണം കൃപ എന്നാ കേട്ടേക്കണേ. അതുകൊണ്ട് കയറി പോകുന്നു. ചതിക്കപ്പെടരുത്. യേശുക്രിസ്തു പറയുന്നു, പലരും കടക്കാൻ നോക്കും, സാധിക്കയില്ല എന്ന്. ജഡ്ജിയായ ഞാൻ പറയുന്നു സാധിക്കത്തില്ല എന്ന്. അപ്പൊ ഇവിടെ കുരുടന്മാരായവർ പറയുന്നു, ഒരു കുഴപ്പമില്ല, കേറിപ്പൊക്കോളൂ, കൃപയല്ലേ എന്ന്. കൃപയുടെ ഈ ഭൂമിയിലെ സോഴ്സായി പറയണേ, കേറത്തില്ല എന്ന്. കൃപയും സത്യവും നിറഞ്ഞവനായി സാക്ഷാൽ സോഴ്സായ, സ്വർഗത്തിലെ സോഴ്സായ പിതാവ്
സ്വർഗത്തിലെ റിസോഴ്സായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു, ഭൂമിയിൽ സോഴ്സ് ആക്കി വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. തിരിച്ചറിവുണ്ടാകണം, പ്രയോറിറ്റി മാറണം. എന്റെ പ്രിയ മക്കളെ, പ്രയോറിറ്റി മാറിയില്ല എങ്കിൽ അപകടമാ. എന്നെ അല്ല വിശ്വസിക്കേണ്ട, ക്രിസ്തുവെ വിശ്വസിക്കുക, വചനം വിശ്വസിക്കുക. കുരുടന്മാരെ വഴികാട്ടിയുള്ള മാറി നിൽക്കാൻ പറ. എനിക്ക് എന്റെ ജീവനാ വലുത്, എനിക്ക് നിത്യാവകാശം വേണം, നിത്യാവകാശം. അതിന് ഞാൻ ജയിക്കണം. വെളിപ്പാട് 21:7 വായിച്ച്. 21:7. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ജയിക്കുന്നവനാണ് ഇത് അവകാശം, ജയിക്കുന്നവനാണ് അവകാശം. ഭൂമിയില് ജഡത്തിലെ അപ്പൻ മരിച്ചാൽ താൽക്കാലിക അവകാശം, സ്വർഗത്തിലെ അവകാശം നമുക്ക് കിട്ടണമെങ്കിൽ നാം ജയം പ്രാപിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് കളിതമാശയ്ക്ക് വിടുക. ഈ ഭൂമിയിൽ ആരെങ്കിലും കുരുടന്മാരായ വഴികാട്ടിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടിട്ട് യേശു ക്രിസ്തു എന്താ പറഞ്ഞ അത് ഏറ്റെടുക്കുക. യേശു പറഞ്ഞു, ഈ വിളിക്കപ്പെട്ട, ഈ വിളിച്ച പുരുഷന്മാർ ഒരുവനും എന്റെ അത്താഴത്തിന് കയറത്തില്ല. എന്താണാവോ കാര്യം? അതിന്റെ കുറച്ച് മോളിൽ നിന്ന് വായിക്കുമ്പോൾ അവിടെ ഒരു ഉപമ കർത്താവ് പറയുക, ഒരുവൻ ഒരു അത്താഴം ഒരുക്കി. അതാണ് ദൈവരാജ്യത്തിലെ അത്താഴം. എന്നിട്ട് പലരെയും പോയി വിളിച്ചപ്പോ അവരുടെ പ്രയോറിറ്റി വേറെ പലതുമായിരുന്നു. ചിലര് പറഞ്ഞു, ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ ബിസിനസ്സുകാരനാണെന്ന് അങ്ങേക്ക് അറിയാലോ, ഭയങ്കര തിരക്കാന്നേ, പാസ്റ്ററോടൊന്ന് പറഞ്ഞേക്കണേ. ഓ, ഞാനല്ല എൻ്റെ പൊന്നു മക്കളെ ആള്, സ്വർഗസ്ഥ പിതാവ് ക്രിസ്തയേശു മുഖാന്തര തീരുമാനിക്കണേ. പ്രയോറിറ്റി മാറണം. വേറൊരുത്ത പറഞ്ഞു, ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങി, കാള ബിസിനസ്സാ, കാള. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് പോകണം. പിന്നെ ഒന്നും വിചാരിക്കരുതേ. വേറൊരുത്തൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിരിക്കാന്ന് അറിയാലോ അല്ലേ. ആ ചിരിയോടുകൂടി അത് പറയുമ്പോ പിന്നെ എങ്ങനെ അയാളോട് പറയാൻ പറ്റുക? ഇങ്ങനെ ഓരോരുത്തരും ഒഴികഴിവ് പറയുക. ഒഴികഴിവ്. മോനെ, ദൈവത്തിന്റെ കാര്യം വരുമ്പോ നീ മനസ്സിലാക്കിക്കൊള്ളാം, നിനക്ക് പ്രോഗ്രാം ഉള്ളത് നല്ലതാ. ദൈവത്തിന്റെ കാര്യം വരുമ്പോ, എക്സ്പ്രസ് ട്രെയിൻ വരുമ്പോ ഒരു പാസഞ്ചർ ട്രെയിൻ നിർത്തുന്നത് പോലെ നിന്റെ പ്രോഗ്രാംസ് അവിടെ നിൽക്കണം, അവിടെ നിൽക്കണം. എന്നിട്ട് ദൈവത്തിന്റെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കണം. ഇതാ യേശു പറഞ്ഞ്, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. നിന്റെ അപ്പനായിരിക്കണം നിന്റെ ജീവിതത്തിന്റെ മുൻഗണന. ഇത് കാണുമ്പോ ഉണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ആ അപ്പന് മുൻഗണന കൊടുക്കുമ്പോ ഞാൻ കാണുന്നത് ഇങ്ങനെയാ. അപ്പൻ ആ സിംഹാസനത്തിലിരുന്നുകൊണ്ട് തൻ്റെ ഇടത്തോട്ടും വലത്തോട്ടും ചുറ്റുമൊക്കെ ഒന്ന് നോക്കും. എന്തിനാണെന്നറിയാമോ? അപ്പൻ്റെ ഒരു നേച്ചർ ഞാൻ കാണുകയാണ് യോബിന്റെ പുസ്തകത്തിൽ. പിശാചെന്ന നിർബന്ധിത ഡ്യൂട്ടിക്കാരൻ തന്റെ ഭൂമിയിലെ അന്നത്തെ റോന്തൊക്കെ കഴിഞ്ഞ്, ചുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് പുള്ളിക്ക് റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി അവിടെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോ ദൈവം അങ്ങ് ചോദിക്കുക, കണ്ടോ? എന്ത്? അല്ല, എന്റെ ദാസനായ യോബിനെ കണ്ടോ? അപ്പൊ ശരിക്കും ദൈവം ആരിൽ അഭിമാനം കൊള്ളുന്നുണ്ടായിരുന്നു? യോബിൽ അഭിമാനം കൊള്ളുന്നുണ്ടായിരുന്നു, ഇല്ലേ? ആ ദൈവത്തിന്റെ നേച്ചർ കണ്ടോ? യോബിൽ അഭിമാനം കൊള്ളുക. ആരുടെ മുമ്പിൽ അഭിമാനം കൊള്ളുന്നേ? തന്റെ സകല സൈന്യവും അപ്പുറം ഇപ്പുറമൊക്കെ നിൽക്കുക. അവരുടെ മുമ്പിൽ ഈ നിർബന്ധിത ഡ്യൂട്ടിക്കാരൻ കയറി വന്നു, പിശാച് കയറി വന്നപ്പോ ചോദിച്ചു, കണ്ടോ? അഭിമാനം കൊള്ളുകയാ. എന്റെ മക്കളെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നമ്മളെ ഓർക്കുമ്പോൾ ദൈവം ഇതുപോലെയാണോ?
ഓൺലൈനിലായിരിക്കുന്ന എൻ്റെ മക്കളെ, നമ്മളെ ഓർക്കുമ്പോൾ ദൈവം ഇതുപോലെയാണ്. അവളെന്തി അതറിയില്ല, കഴിഞ്ഞ ആഴ്ച കണ്ടതാ, ഇപ്പൊ കാണാനില്ല, എന്തു പറ്റി അറിയില്ല. മറ്റവനെന്തിയെ, അവന് നേരത്തെ കൊണ്ടായിരുന്നു, കാണാനില്ല. അപ്പൊ മറ്റേ ആളോ, അയാൾ ഇപ്പൊന്നും വരില്ല, അയാൾ അവസാനം പ്രയർ തീരാറാകുമ്പോഴേ വരുള്ളൂ. അപ്പൊ മറ്റവന് അവ വന്ന് അറിയില്ല. നമ്മളെ ഓർക്കുമ്പോൾ എന്തായിരിക്കും എൻ്റെ കുഞ്ഞുമക്കളെ, ദൈവം ചിന്തിക്കണേ, എന്തായിരിക്കും? നമുക്ക് എപ്പോഴും എക്സ്ക്യൂസാണ്, എപ്പോഴും എക്സ്ക്യൂസാ. അപ്പന്റെ കാര്യം വരുമ്പോ യേശുക്രിസ്തു പറഞ്ഞ പോലെ മുമ്പേ ദൈവരാജ്യം എന്ന തലത്തിൽ നമ്മളുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങളാവുന്ന പാസഞ്ചർ ട്രെയിനുകൾ നിൽക്കുന്നുണ്ടോ? അതോ എനിക്ക് ആ തിരക്കാ ഈ തിരക്കാ? എന്റെ മോനെ മോളെ, നിന്റെ സകല തിരക്കുകള് നിന്റെ ഭവനമായ പാസഞ്ചർ ട്രെയിനോ, നിന്റെ ശരീരമായ പാസഞ്ചർ ട്രെയിനോ, നിന്റെ കുടുംബത്തിലെ മക്കളായ പാസഞ്ചർ ട്രെയിനോ, നിന്റെ ധനപരമായ പാസഞ്ചർ ട്രെയിനോ എല്ലാം ഇവിടം കൊണ്ട് തീരും. കുറച്ച് ദിവസത്തിനുള്ളിൽ തീരും. തീരാത്തതൊന്നേ ഉള്ളൂ, ഇളകാത്തതൊന്നേ ഉള്ളൂ, ദൈവരാജ്യം. ഈ ഇളകുന്നതിനൊക്കെ മാറ്റം വരും, ഇളകുന്നതിനൊക്കെ മാറ്റം വരും. ഹല്ലേലൂയ. നീ നിൽക്കണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഭയഭക്തിയോടെ താഴ്മയോടെ, പ്രിയ മകനെ മകളെ, നിന്നെ തന്നെ ഏൽപ്പിച്ചാലും നിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഒഴുക്ക് നിന്നെ ഒഴുക്കിക്കൊണ്ട് പോകും. ആ ഒഴുക്ക് നിൽക്കുന്നില്ല. ലോകത്തിന്റെ ഒഴുക്ക്, നീ വീട്ടിൽ ചെന്ന ലോകത്തിന്റെ ഒഴുക്ക്, നീ മാർക്കറ്റിൽ ചെന്ന ലോകത്തിന്റെ ഒഴുക്ക്, നിന്റെ മൊബൈൽ തുറന്ന ലോകത്തിന്റെ ഒഴുക്ക്, നീ പാസ്റ്ററോട് സംസാരിച്ച ലോകത്തിന്റെ ഒഴുക്ക്, അച്ഛനോട് സംസാരിച്ച ലോകത്തിന്റെ ഒഴുക്ക്, ഒരു സുവിശേഷം വേദി കേൾക്കാൻ പോയ ലോകത്തിന്റെ ഒഴുക്ക്, എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ ഒഴുക്കിനെതിരെയുള്ള മറ്റൊരൊഴുക്കുണ്ട്, അതാണ് ആത്മാവിന്റെ നദി. അത് സ്വർഗീയ പിതാവിൽ നിന്ന് ആരംഭിച്ച് ക്രിസ്തുവിലൂടെ നമ്മിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയാ. ഇങ്ങനെ ഒഴുകാൻ ദൈവം അനുവദിച്ചപ്പോ ദൈവം എനിക്കൊരു പാട്ട് തന്നു. ഒഴുക്കിനെതിരെ ഞാൻ കുത്തിയും തുഴഞ്ഞും ആത്മാവിൻ നദിയിൽ ഞാൻ വന്നിടുന്നേ. ഹല്ലേലൂയ. ലോകമാകുന്ന നദിയുടെ ഒഴുക്കിനെതിരെ ഒഴുകുന്ന, അതിനെതിരെ ഒഴുകാൻ ശക്തിയുള്ള ഒരേ ഒരു നദിയേ ഉള്ളൂ, ദൈവാത്മാവിന്റെ നദി. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദൈവാത്മാവിന്റെ നദി. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ നദിയിൽ ഒഴുകുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരത്രേ ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. ആത്മാവ് നയിക്കപ്പെടുന്നത്, ദാറ്റ് ഇസ് ലോ ഓഫ് ദ സ്പിരിറ്റ്. അതാണ് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. അതാണ് ഗോഡ് ഹെഡ് ഓപ്പറേഷൻ. ആ ദൈവം തലയായി തന്റെ പുത്രന്മാരെ തന്റെ ആത്മാവാൽ ചലിപ്പിക്കുന്ന ആ സിസ്റ്റത്തിന് മാത്രമേ അവിടെ ജയിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ സിസ്റ്ററെ. നമ്മൾ വായിച്ച ഓരോരുത്തരെയും വിളിച്ചപ്പോൾ ഓരോരുത്തർ പറഞ്ഞ ആ തുടക്കം മുതൽ ഒന്ന് വായിച്ചു. അവനോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവിൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴിവുകഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടതിന് ആവശ്യമുണ്ട്. എന്നോട് ക്ഷമിച്ചു കൊള്ളേണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളേണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ദാസൻ മടങ്ങിവന്ന് യജമാനനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ശ്രദ്ധിച്ച പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മുഴുവൻ പറയുന്നത് ഞങ്ങൾക്കിപ്പോ വരാൻ അസൗകര്യമുണ്ട്. മാന്യമായിട്ടാ പറയുന്നത്, ഞങ്ങളോട് ക്ഷമിക്കണം.
ക്ഷമിക്കണം. ഹല്ലേലൂയ. ആ വാക്ക് തുടങ്ങുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്ന ഒരു ക്യാപ്ഷനിലാണ് അത് തുടങ്ങുന്നത്. അപ്പൊ ഇത് എവിടത്തെ അത്താഴമാ? ദൈവരാജ്യത്തിലെ അത്താഴമാ. ഹല്ലേലൂയ. ആ ഭാഗം എടുത്തെങ്കിൽ വായിച്ച്. കൂടെ പന്തിയിരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട്, ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. അപ്പൊ ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് യേശു പറയുന്നൊരു സന്ദേശം. എന്താ സന്ദേശത്തിൽ പറയുന്നത്? ഈ വിളിക്കപ്പെട്ടവരാരും ദൈവരാജ്യത്തിൽ പന്തിക്കിരിക്കത്തില്ല. ഹല്ലേലൂയ. പന്തിക്കിരിക്കണോ? നമ്മുടെ പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണം. നമ്മുടെ മുൻഗണന മാറണം. ഹല്ലേലൂയ. നമ്മുടെ മുൻഗണന മാറണം. എല്ലാറ്റിലും ദൈവം ഫസ്റ്റ് ആയിരിക്കണം. അവിടെ പ്രവേശിക്കുകയായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. പല ലക്ഷ്യങ്ങളിൽ ഒന്നല്ല, അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതാണ് യേശു ക്രിസ്തു ലൂക്കോസ് 13:22 ഇങ്ങനെ പറഞ്ഞത്. നിത്യജീവനിൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നോ ചുരുക്കമോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത് അവരെഴുതിയിരിക്കുന്നു, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവൻ. NLTയിൽ ഇങ്ങനെ എഴുതിയിരിക്കണം, ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ. മേക്ക് എവറി എഫേർട്ട് ടു എൻ്റർ ത്രൂ ദ നാരോ ഡോർ. എത്ര? എവറി എഫേർട്ട്. അതായത് നിന്റെ ജീവിതത്തിലെ നിന്റെ സകല പ്രയത്നവും ഈ ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടക്കാൻ വേണ്ടിയായിരിക്കണം. അതിനുവേണ്ടി നീ പോരാടണം. മനസ്സിലായോ? ഇത് പല കാര്യങ്ങളിടയിൽ ഒന്നാകരുത്. ഇത് തന്നെയായിരിക്കണം നിന്റെ ഏക ലക്ഷ്യം. ഇതിനു വേണ്ടിയാണ് നീ പലതും ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇതിനു വേണ്ടിയാ നീ പലതും ചെയ്യുന്നത്. അപ്പൊ ഇത് വ്യക്തതയോടെ മനസ്സിലാക്കി നമ്മുടെ ജീവിത ലക്ഷ്യം ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തുകയാണ്. ആ ക്രിസ്തുവാകുന്ന തലയോളം വളരുന്ന പരിപാടി ഒരു ഇടുക്ക് വഴിയാണ്. കാരണം അവിടെ ക്രിസ്തുവെ അനുഗമിക്കണം, സ്വയം ത്യജിക്കണം, ക്രൂശെടുക്കണം, ധാരാളം തോറ്റു കൊടുക്കണം. ഹല്ലേലൂയ. ഇതാ യേശു ക്രിസ്തു 25 പ്രാവശ്യത്തിലധികം വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ട് 4 സുവിശേഷങ്ങൾ മാത്രം, ലേഖനങ്ങളിലല്ല പറഞ്ഞിട്ടും നമ്മളത് ആവർത്തിക്കാതെ, റിപ്പീറ്റ് ചെയ്യാതെ, ക്രിസ്തു ഒരു പ്രാവശ്യം പോലും പറയാത്ത ആരാധനയിൽ ഫോക്കസ് ചെയ്തു. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആരാധിക്കണ്ട എന്നല്ല ഈ പറഞ്ഞേ. ചെയ്യാൻ പറഞ്ഞത് വിട്ടിട്ട് അതിനെ ചെയ്യാൻ പറയാത്തത് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നത് ബുദ്ധിമോശമാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ടാക്ടിക്. ഒന്നിന് പകരം ഒന്നിനെ കൊണ്ടുവരിക. ഇതാണ് പിശാചിന്റെ ഒരു തന്ത്രം. ഒട്ടകത്തിന് പകരം കൊതുകിനെ കൊണ്ടുവരിക. യേശു ഇവിടെ വന്നപ്പോൾ അത് പറഞ്ഞു. മത്തായി 23 നേരെ നോക്കി പറഞ്ഞു. ദൈവദാസന്മാരോട് നേരെ നോക്കി പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിച്ചെടുക്കുകയും ചെയ്യുന്നു. അതായത് ന്യായപ്രമാണത്തിലുള്ള കാര്യം എന്താ പറയുക? ചെറിയ കാര്യങ്ങളെ അങ്ങ് വലുതാക്കിയിട്ട് വലിയ കാര്യങ്ങളെ അങ്ങ് വിഴുങ്ങും. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, നമ്മളെ വിളിച്ചിരിക്കുന്നു. ആ വിളി ഒരവകാശത്തിലെത്തണം. ആ അവകാശം നമ്മുടെ അപ്പൻ മരിക്കുമ്പോഴല്ല, നാം ജയിക്കുമ്പോഴാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ 7 സഭകളോട് യേശു പ്രസംഗിക്കുമ്പോൾ 7 സഭയോടും പറഞ്ഞു, ജയം പ്രാപിക്കണം. നമ്മൾ ക്രിസ്തുവിന് ശിഷ്യന്മാരാണെങ്കിൽ നമ്മുടെ സന്ദേശത്തിലും അത് കാണും. ഹല്ലേലൂയ. നമ്മുടെ സന്ദേശത്തിലും അത് കാണും. ഒരെണ്ണം വായിക്കാം, ബാക്കിയൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കുക. വെളിപ്പാട് 2-ാം അധ്യായം 7-ാം വാക്യം എഫെസോസിലെ സഭയോട് പറയുന്നു. അതിന്റെ 1-ഉം 7-ഉം വായിച്ചോളൂ. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊന്നിളവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. അപ്പോ എഫെസോസ് സഭയോട് യേശു ക്രിസ്തു അരുളി ചെയ്യുകയാണ്. അതിന്റെ 7-ാമത്തെ വാക്യം,
അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പൊ ആർക്കേ ഫലം തിന്നാൻ കൊടുക്കൂ? ജീവവൃക്ഷത്തിന്റെ ഫലം ജയിക്കുന്നവനാ. ഹല്ലേലൂയ. ആദത്തിന് ഇത് കിട്ടിയിട്ടില്ല, ജയിക്കുന്നവനെ ഇത് കിട്ടുള്ളൂ. അത് കിട്ടിയാൽ നമ്മൾ എന്നേക്കും ജീവിക്കും. ഇത് ആരോടാ പറയുന്നേ? യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചവരോടായി പറയുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ജയിക്കണം. ജയിച്ചാൽ ക്രിസ്തു നിന്നെ തൻ്റെ പിതാവിന്റെ മുമ്പിലും തൻ്റെ ദൂതന്മാരുടെ മുമ്പിലും ഏറ്റുപറയും. സ്പിരിച്വൽ റെക്കമെൻഡേഷൻ കേട്ടിട്ടുണ്ടോ? കോളേജിൽ സ്കൂളിലൊക്കെ അഡ്മിഷൻ റെക്കമെൻഡേഷൻ. ഇത് സ്പിരിച്വൽ റെക്കമെൻഡേഷൻ. യേശു പറഞ്ഞു, എന്നെ മനുഷ്യരുടെ മുമ്പാകെ ഏറ്റുപറയുന്നവനെ ഞാൻ എൻ്റെ പിതാവിന്റെ മുമ്പിലും പിതാവിന്റെ ദൂതന്മാരുടെ മുമ്പിലും ഞാൻ ഏറ്റുപറയും. ഇവൻ കൊള്ളാം, ഇവൾ കൊള്ളാം. ഹല്ലേലൂയ. ഇവൻ എന്നെ ഏറ്റുപറഞ്ഞതാ. പക്ഷേ മത്തായി 7:21, 22, 23 യേശു ക്രിസ്തു ഇവരെ ഏറ്റുപറയാണോ തള്ളി പറയാണോ? മത്തായി 7:21, 22, 23 ഈ വാഗ്ദത്തത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ദൈവദാസന്മാരുടെയും വിശ്വാസികളുടെയും ജീവിതത്തിൽ കാണുന്നത്. ഇവരെല്ലാം യേശുവിനെ ആരായിട്ട് സ്വീകരിച്ചവരാ? കർത്താവായി സ്വീകരിച്ചവരാ. ഇവർ സുവിശേഷ വേലയ്ക്ക് പോയവരാ. യേശുവിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കിയതാ, ഭൂതങ്ങളെ പുറത്താക്കിയതാ, പ്രവചിച്ചവരാ. ഇവിടെ യേശു വാക്കുമാറിയോ അതോ ഇവർ കാലുമാറിയോ? യേശു പറഞ്ഞു, എന്നെ ഏറ്റുപറഞ്ഞാൽ നിങ്ങളെ ഞാൻ എന്റെ പിതാവിന്റെയും പിതാവിന്റെ ദൂതന്മാരുടെയും മുമ്പിൽ ഏറ്റുപറയാ. പക്ഷെ യേശുവിടെ വാക്കുമാറിയതായിട്ട് നാം കാണുന്നു. യേശു ഏറ്റുപറഞ്ഞില്ല, പകരം യേശു തള്ളിപ്പറഞ്ഞു. ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. എന്താണെന്നറിയാമോ? മറ്റൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. മനുഷ്യരുടെ മുമ്പാകെ എന്നെ തള്ളിപ്പറയുന്നവനെ ഞാൻ എന്റെ പിതാവിന്റെയും പിതാവിന്റെ ദൂതന്മാരുടെയും മുമ്പിൽ തള്ളിപ്പറയാൻ. ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഗെറ്റ് ഔട്ട്. എന്താ ഇവര് ചെയ്ത അധർമ്മം? ഇവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചില്ലേ? സുവിശേഷം അറിയിച്ചില്ലേ? രോഗികളെ സൗഖ്യമാക്കിയില്ലേ? ഭൂതങ്ങളെ പുറത്താക്കിയില്ലേ? പിന്നെ എന്തുകൊണ്ട് യേശുവിനെ തള്ളി? ഇവരെ യേശുവിനെ ഏറ്റു പറഞ്ഞില്ല. ഇവരെ യേശുവിനെ ഒന്നും ഏറ്റു പറഞ്ഞില്ല. എങ്ങനെയാ യേശുവിന് സാക്ഷ്യം നിൽക്കണേ? എങ്ങനെയാ യേശുവിന് സാക്ഷ്യം നിൽക്കണേ? എന്റെ പൊന്നു മക്കളെ, യേശുവിന് സാക്ഷ്യം നിൽക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു പറഞ്ഞതും ചെയ്തതും പറഞ്ഞു വേണം യേശുവിന് സാക്ഷ്യം നിൽക്കാൻ. യേശു പറഞ്ഞത് മിണ്ടാതെ എങ്ങനെ യേശുവിന് സാക്ഷ്യം നിൽക്കുക? യേശു 3.5 വർഷം പറഞ്ഞ സന്ദേശം മിണ്ടാതെ എങ്ങനെയാ യേശുവിന് സാക്ഷ്യം നിൽക്കുക? എന്നെ പഠിപ്പിക്കാമോ? യേശു 3.5 വർഷം പറഞ്ഞ് വെളിപ്പെടുത്തിയ തന്റെ പിതാവിനെ കുറിച്ചും പിതാവിന്റെ രാജ്യത്തെ കുറിച്ചും മിണ്ടാതെ എങ്ങനെ യേശുവിന് സാക്ഷ്യം വഹിക്കാൻ പറ്റും? അപ്പോസ്തലപ്രവൃത്തി 1:1 പറയുന്നത് എങ്ങനെയാ? തിയോഫിലോസേ, യേശു ക്രിസ്തു ഉപദേശിച്ചതും യേശു ക്രിസ്തു ചെയ്തതും. അതുകൊണ്ട് ചെയ്തത് മാത്രമല്ല, ഉപദേശിച്ചത്. 1:1 വായിച്ച്. തെയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ യേശു ചെയ്തതും ഉപദേശിച്ചതും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. യേശു ചെയ്തതും ഉപദേശിച്ചതും. ഉപദേശിച്ചത് നമുക്ക് എവിടെ പോയി? യേശു ഉപദേശിച്ചത് എവിടെ പോയി? വ്യക്തമായി
യോഹന്നൻ 2-ാം ലേഖനം 9-ാം വാക്യം പറയുന്നു, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവന് ദൈവമില്ല. യേശു ഉപദേശിച്ചത് എവിടെ പോയി? അത് പിശാച് മറച്ചു. യേശു പറഞ്ഞത് മുഴുവൻ തന്റെ അപ്പനെ കുറിച്ചായിരുന്നു. അപ്പന്റെ രാജ്യം വരാൻ പോകുന്നു, ദൈവരാജ്യം വരാൻ പോകുന്നു, ദൈവരാജ്യ സകലത്തെയും കീഴടക്ക്. പഴയ ഉടമ്പടിയില് ഇതാ ദാനിയേൽ കണ്ട ദർശനങ്ങളും ബിംബത്തിന്റെ ദർശനങ്ങളും ഇതൊക്കെ ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു. ഇതാ അപ്പൻ വരാൻ പോകുന്നു, അപ്പന്റെ രാജ്യ സകലത്തെയും വാഴാൻ പോകുന്നു. അങ്ങനെ അപ്പന്റെ രാജ്യം വരുമ്പോൾ അന്ന് യഹോവ സർവ്വഭൂമിക്കും രാജാവായിരിക്കും. അന്ന് യഹോവയുടെ നാമം ഏകോ, യഹോവ ഏകനുമായിരിക്കും എന്ന സന്ദേശം എവിടെ പോയി? ദൈവരാജ്യത്തെ മറച്ച പിശാചിന്റെ കൂട്ടുകൂടി അല്ലേ? യേശു അവരെ തള്ളിക്കളഞ്ഞു. വായിച്ച 2 യോഹന്നാൻ 1-ാം അധ്യായം ഈ പറഞ്ഞ വാക്യം, 9-ാം വാക്യം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഇവർക്കാർക്കും ക്രിസ്തുവിന്റെ ഉപദേശമില്ലായിരുന്നു. ആകപ്പാടെയുള്ള സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? ക്രിസ്തു കാൽവറി ക്രൂശിൽ ചെയ്ത ക്രൂശീകരണ മരണം, അത്രേ ഉള്ളൂ. എന്നാൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കേണ്ടത് ക്രിസ്തു പറഞ്ഞതും ക്രിസ്തു ചെയ്തതും രണ്ടും പറയണം. രണ്ടിനും വാല്യൂ ഉണ്ട്. ക്രിസ്തു പറഞ്ഞത് തന്റെ അപ്പനെ കുറിച്ചാണ്. അപ്പൻ നിങ്ങളോട് താമസിക്കാൻ, ഈ ഭൂമിയുടെ ഭരണം ഇപ്പോഴപ്പന്റെ കയ്യിലില്ല, ആ ഭരണം ഏറ്റെടുക്കാൻ അപ്പൻ വരുന്നുണ്ട്. നിങ്ങളോട് ഒരുമിച്ച് നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി, എന്റെ സഹോദരങ്ങളായി ഒരുമിച്ചായിരിക്കാൻ, കൂട്ടവകാശികളായിരിക്കാൻ ഇതാ അപ്പൻ നിങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൻ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുക. എന്റെ അപ്പൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുക. ഇതായിരുന്നു സന്ദേശം. ഹല്ലേലൂയ. ആ സന്ദേശത്തിലേക്ക് കടക്കുവാൻ നമുക്ക് നിവൃത്തിയില്ല. പാപനിമിത്തം നമ്മൾ പുറത്താക്കപ്പെട്ടവരാ. ആ പാപത്തിന്റെ പരിഹാരമായി യേശു ചെയ്തു എന്ത്? കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി യാഗമായി. ഹല്ലേലൂയ. ആ യാഗം നമ്മൾക്കുള്ള വഴിയാണ്. എങ്ങോട്ടേക്ക്? താൻ 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷമായ ദൈവഭവനത്തിലേക്കുള്ള വഴിയാണ്. ഇത് രണ്ടും നമുക്ക് വേണം. ഒന്നു മാത്രം കൊണ്ടല്ല, യേശു ഉപദേശിച്ചതും യേശു പറഞ്ഞതും. എന്നാൽ യേശുവിന്റെ ഉപദേശം നിൽക്കാത്ത ഒരുവനും ദൈവം ഇല്ല. ഹല്ലേലൂയ. അവർ ദൈവരായതിൽ അത്താഴം കഴിക്കുകയില്ല. അതുകൊണ്ട് മക്കളെ, ഒരു വചനോടി വായിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. 1 പത്രോസ് 4-ാം അധ്യായം 1:4-5 അവിടെ പറയുന്നു, നാം വീണ്ടും ജനിച്ചു സൗജന്യമായിട്ടാ. പക്ഷെ ഇത് എന്തിനാണെന്നറിയാമോ? ഒരവകാശത്തിന് വേണ്ടിയാ. ഒരവകാശത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. ആ അവകാശം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഭൂമിയിലെ അപ്പം മരിക്കുമ്പോഴല്ല, സ്വർഗസ്ഥ പിതാവ് മരിക്കുമ്പോഴല്ല. സ്വർഗസ്ഥ പിതാവ് മരിക്കുന്നതേ ഇല്ല. ഹല്ലേലൂയ. നാം ജയിക്കുമ്പോഴാ അവകാശം കിട്ടുന്നത്. വായിച്ചേ. ക്ഷയം, മാലിന്യം, വാട്ടം ഒന്നും ഇല്ലാത്ത അവകാശത്തിനായി നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ എന്തിനാ വീണ്ടും ജനിപ്പിച്ചേ? അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചല്ലേ? അപ്പൊ വീണ്ടും ജനിപ്പിച്ചതുകൊണ്ട് കാര്യം കഴിഞ്ഞോ? കാൽവരി ക്രൂശിലെ യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് കാര്യം കഴിഞ്ഞോ? ഇല്ല. അവിടെ കാര്യം തുടങ്ങി. ഒരവകാശത്തിന് വേണ്ടിയാണ് വീണ്ടും ജനിപ്പിച്ചത്. അവകാശം കിട്ടണമെങ്കിൽ എന്ത് വേണം? അവകാശം കിട്ടണമെങ്കിൽ എന്നാ വേണം? പുറയിൽ ഓരോരുത്തരൊന്ന് പറഞ്ഞേ. അടുത്താക്ക് ഷെയ്ക്കാൻ്റെ അടുത്ത് പറഞ്ഞേ, മനസ്സിലായോ നോക്കട്ടെ. അവകാശം കിട്ടണമെങ്കിൽ തെറ്റാണ് പറയണമെങ്കിൽ എന്നോട് പറഞ്ഞു കേട്ടോ. എന്താണ് സെർച്ച് കേക്ക്, എന്താ ഈ പറയണെന്ന് കേക്ക്. അവകാശം കിട്ടണമെങ്കിൽ എന്ത് വേണം? ജയിക്കണം അല്ലേ? അപ്പം മക്കളെ, ഇനി മാറുമോ? വീണ്ടും ജനിച്ചത് അവകാശം കിട്ടാൻ വേണ്ടിയാ. വീണ്ടും ജനിച്ചതുകൊണ്ട് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വിളിക്കപ്പെട്ടത് കൊണ്ട് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വിളിക്കപ്പെട്ടത് നമുക്ക് അവകാശം കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ പ്രയോറിറ്റി ചേഞ്ച് ചെയ്തോളണം. ഇനി എനിക്ക് എൻ്റെ ദൈവമാണ്, ദൈവത്തിൻ്റെ താല്പര്യങ്ങളാണ്, ദൈവ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിന്റെ മുൻഗണന. ഒരു തീരുമാനത്തോടെ നമുക്ക് ആയിരിക്കുന്ന സ്ഥലം എഴുന്നേക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ മുൻഗണന യേശു എന്തു പറഞ്ഞോ അതാണ്. രക്ഷിക്കപ്പെട്ടത് 1 നിമിഷം കൊണ്ട് കഴിഞ്ഞു. ഞാൻ യേശുവിനെ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി കാൽവരി ക്രൂശിലെ യാഗത്തിൽ വിശ്വസിച്ച് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്നും എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വർഗത്തിലെ ദൈവം അയച്ചതാണെന്നും മനസ്സിലാക്കിക്കൊണ്ട്
യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് ഒരു നിമിഷം കൊണ്ട് വീണ്ടും ജനനം കഴിഞ്ഞു. എന്നാൽ അവകാശത്തിലേക്ക് നാം കടക്കുന്നത് ഈ ഒരു ആയുസ്സിലെ നമ്മുടെ പ്രവർത്തനം, ഈ ഒരു ആയുസ്സിലെ നമ്മുടെ മുൻഗണന. ദൈവരാജ്യമാണോ അതോ നമ്മളുടെ താൽക്കാലിക താല്പര്യങ്ങളാണോ? യേശുക്രിസ്തുവിനെ പോലെ നമ്മളും ആ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണോ മുൻഗണന കാണിക്കുന്നത്? അതോ നമ്മളുടെ താല്പര്യങ്ങൾ നടത്തിയെടുക്കുവാൻ തക്കവണ്ണം ഒരു ദൈവത്തെയാണോ നമ്മൾ അന്വേഷിക്കുന്നത്? അത് നമ്മെ തന്നെ പരിശോധിക്കുക. ഓരോ വ്യക്തികളുടെയും മുൻഗണന തന്റെ ജീവിതമാണെങ്കിൽ, പിൻപിലുള്ളതാണ് എങ്കിൽ, തന്റെ കുടുംബമാണ് എങ്കിൽ, തന്റെ ബിസിനസ് ആണ് എങ്കിൽ, തന്റെ ചുറ്റുമുള്ളതാണെങ്കിൽ, ആ പിൻപിലുള്ളത് രണ്ടാമതാക്കി, സെക്കൻഡറി ആക്കി, മുൻപിലുള്ളതിനെ ഒന്നാമതാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ആലോചന ദൈവം തന്റെ വചനത്തിലൂടെ നമ്മളെ അറിയിച്ചു. സമർപ്പിക്കുന്ന മക്കൾക്കായി സ്തോത്രം. ഈ സന്ദേശം നിങ്ങളൊരു ഡിനോമിനേഷനിലേക്കല്ല അടുപ്പിക്കുന്നത്, സംഘടനയിലേക്കല്ല അടുപ്പിക്കുന്നത്, പകരം ക്രിസ്തുവിലൂടെ ദൈവ കുടുംബത്തിലേക്കാണ്, ദൈവത്തിങ്കിലേക്കാണ് അടുപ്പിക്കുന്നത്. സമർപ്പിക്കുന്ന മക്കൾക്കായി സ്തോത്രം. മോനെ നിന്നോടാ ദൈവം സംസാരിച്ചേ. നിന്നെ ദൈവം സ്നേഹിക്കുന്നു. ഈ അവസ്ഥയിലാണ് നീ എങ്കിൽ തുടരുന്നതെങ്കിൽ ആ താഴ അനുഭവിക്കത്തില്ല എന്നാണ് ദൈവം കാണിച്ചു തരുന്നത്. സമർപ്പിക്കുന്ന മക്കൾക്കായി സ്തോത്രം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന വാണിങ്ങിനായി നന്ദി. ഈ ലോകത്തിന്റെ ഒഴുക്കിൽ, ലോകത്തിന്റെ ക്രിസ്തീയ തലത്തിൽ ഞങ്ങളും ഒഴുകി അവസാനം ചെറിയ അരുവികൾ ഒഴുകി 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 വലിയ വെള്ളച്ചാട്ടത്തിലേക്ക് താഴേക്ക് പതിക്കുന്നത് പോലെ ഈ ലോക ക്രിസ്ത്യാനിത്വത്തിൽ ഞങ്ങൾ ഒഴുകി നരകത്തിലേക്ക് പതിക്കാതിരുപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി നന്ദി. കുഞ്ഞുങ്ങളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനത്തിൽ ഞങ്ങൾ കണ്ടും കേട്ടും ഉള്ള ബേബികളായി ഞങ്ങൾ ഇരിക്കാതെ, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട മക്കൾ ഇപ്പോഴും ദൈവവചനത്തിന്റെ പാല് കുടിക്കുന്നവരാകാതെ കട്ടിയ ആഹാരം കഴിക്കുന്നവരായി, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ള അന്വേഷിക്കുന്നവരായി മാറുവാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ. അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് ഈ മക്കളെ ഏവരെയും ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. മാറ്റങ്ങൾ സംഭവിക്കുന്നതിനായി നന്ദി. പലരും മാനസാന്തരപ്പെടുന്നതിനായി നന്ദി. പിൻപിലേക്ക് തിരിഞ്ഞു നോക്കി ആരും വീഴാതിരിപ്പാൻ അങ്ങ് സഹായിക്കുന്നതിനായി നന്ദി. മക്കളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരുടെ എല്ലാ ആവശ്യങ്ങളുടെ വില കൂട്ടായിരിക്കണമേ പിതാവേ. അങ്ങയുടെ സമാധാനം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവരൊക്കെ സൗഖ്യമാക്കണമേ. പ്രിയമക്കളെ, രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ചാട്ടെ. എവിടെയെങ്കിലും നിങ്ങൾ പാപം ചെയ്താൽ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നുവെങ്കിൽ ആ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് യേശു രക്തത്താൽ കഴുകപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വാസത്തോടെ കരം വെച്ചിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിന്റെ സൗഖ്യം കടന്നു വരട്ടെ. ദൈവത്തിന്റെ സൗഖ്യം കടന്നു വരട്ടെ. I declare you are all free for the glory of God by the stripes of Jesus Christ. ക്രിസ്തുയേശുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം നിങ്ങളുടെ മേൽ കൽപ്പിക്കുന്നു. സർവ്വമഹത്വവും സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.